ഹായ് ഓൾ, വെൽക്കം ടു IAS ഫാക്ടർ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന CSAT-ലെ മെയിൻ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് എന്താണ് ആവറേജ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പെർസെൻറ്റേജ് പഠിച്ചു, അതുപോലെ റേഷ്യോ പഠിച്ചു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് ആവറേജ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബേസിക്കായി പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് ആവറേജ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ഈ ആവറേജ്? ആവറേജ് എന്ന് പറഞ്ഞാൽ ഞാനൊരു എക്സാമ്പിളിലൂടെ പറയാം. അതായത് നമ്മളൊരു ക്രിക്കറ്റ് മാച്ച്, ഒരു മാച്ചിൽ അതായത് ഫസ്റ്റത്തെ ഒരു മാച്ചിൽ ഒരു ബാറ്റർ ഒരു സെഞ്ചുറി അടിച്ചെന്ന് വിചാരിക്കാം, 100 സ്കോർ ചെയ്തു. സെക്കൻഡ് മാച്ചിൽ അയാൾ 0 ഡെക്കിൽ ഔട്ടായി. ഇനിയോ തേർഡ് മാച്ചിൽ അയാൾ ഒരു 80 സ്കോർ ചെയ്തു. ഫോർത്ത് മാച്ചിൽ ഒരു 20 സ്കോർ ചെയ്തു. ക്ലിയർ? അപ്പോൾ നമ്മളെന്ത് പറയും, ആവറേജായി അയാൾ ആ മാച്ചിൽ, അതായത് ടോട്ടലി 4 മാച്ചിൽ നിന്നും കൂടി അയാൾ ആവറേജ് സ്കോർ എത്രയാണ് നമ്മൾ സാധാരണ പറയില്ലേ. അപ്പോൾ അതെങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുന്നതാണ് നോക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ ആദ്യം എന്ത് ചെയ്യും, നമ്മൾ ഈ 4 ക്വാണ്ടിറ്റി, അതായത് നമ്പേഴ്സും 4 റണ്ണും നമ്മൾ ആഡ് ചെയ്യും. സോ ടോട്ടൽ എത്രയാണ്, 200 ആണെന്ന് കിട്ടും. ക്ലിയർ? ടോട്ടൽ 200 ആണെന്ന് കിട്ടും. അപ്പോൾ ഈ ആവറേജ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക, ടോട്ടൽ എത്രയാണ്, ടോട്ടൽ 200 ഡിവൈഡ് ബൈ ടോട്ടൽ എത്ര മാച്ചാണുള്ളത്, 4 മാച്ചാണുള്ളത്. സോ ഈക്വൽ ടു എത്ര കിട്ടും, 50 ആണ് കിട്ടും. അപ്പോൾ ആവറേജ് ഓരോ കളിയിലും 4 കളിയിലും അയാൾ എത്രയാണ്, 50 സ്കോർ ചെയ്തിട്ടുണ്ട്. ക്ലിയർ? അതായത് എല്ലാ മാച്ചിലും അയാൾ ആവറേജ് 50 സ്കോർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആക്ച്വലി എത്രയാണ്, എല്ലാ മാച്ചിലും 50 സ്കോർ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ചിലതിൽ 0 ആവാം, ചിലതിൽ 50 കൂടുതലാവാം, ചിലതിൽ കുറവാവാം. പക്ഷെ നമ്മൾ ടോട്ടൽ പറയുമ്പോൾ ആവറേജ് എന്ത് ചെയ്തു, അയാൾ 50 എല്ലാത്തിലും സ്കോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ആവറേജ് എന്ന് പറയാം. ക്ലിയർ? അതായത് നമ്മൾ ഈക്വലൈസ് ചെയ്യും. ടോട്ടൽ എത്രയാണ്, റണ്ണ് 200 ആണ്. അപ്പോൾ 4 മാച്ചിലും കൂടി നമ്മൾ ഈക്വലൈസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, 50. അപ്പോൾ അതാണ് നമ്മൾ ആവറേജ് എന്ന് പറയാം. ടോട്ടൽ ക്വാണ്ടിറ്റീനെ നമ്മൾ ഈക്വലൈസ് ചെയ്യുന്നതിനാണ് നമ്മൾ ആവറേജ് എന്ന് പറയാം. ക്ലിയർ? അപ്പോൾ ഇവിടെ നോക്കിയേ, അതിന് നമുക്ക് ഇക്വേഷൻ എന്താണ്, ആവറേജ് എന്ന് പറയുന്നത് എന്താണ്, സം ഓഫ് ടേംസ്. അതായത് നമ്മൾ ഇപ്പോൾ എടുത്ത ഇവിടെ എന്താണ്, സം ഓഫ് ടേംസ്, സം എത്രയാണ്, 200 കിട്ടി, ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ടേംസ്. നമ്പർ ഓഫ് ടേംസ് എത്ര മാച്ചാണോ പ്ലേ ചെയ്തത്, 4 മാച്ചാണ്, അതാണ് നമ്പർ ഓഫ് ടേംസ്. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആവറേജ് ഫൈൻഡ് ചെയ്യുക. ഓക്കെ, ഇനി ഒരു എക്സാമ്പിൾ നോക്കിയേ. ദ വെയ്റ്റ് ഓഫ് 4 സ്റ്റുഡൻസ് ആർ 20 kg, 22 kg, 24 kg, 26 kg. ഫൈൻഡ് ദെയർ ആവറേജ്. അപ്പോൾ 4 തരത്തിൽ, അതായത് ഓരോ സ്റ്റുഡൻറ്റിൻ്റെയും വെയിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. 4 സ്റ്റുഡൻറ്റിൻ്റെ വെയിറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആവറേജ് നമ്മൾ ഫൈൻഡ് ചെയ്യണം. സോ സിമ്പിൾ അല്ലേ, ടോട്ടൽ ഇതിൻ്റെയൊക്കെ സമ്മ് കാണാം. 20 പിന്നെ എത്ര, ടോട്ടൽ ആഡ് ചെയ്താൽ എത്രയാണ്, 80 92 വരും. ക്ലിയർ? 92 ആണ് ടോട്ടൽ സമ്മ് വരിക. ഇതൊക്കെ ആഡ് ചെയ്യുമ്പോൾ ഡിവൈഡ് ബൈ എത്ര കിട്ടും, 4 വരും. സോ ഈക്വൽ ടു എത്രയാണ്, 23 kg ആണ് ഇവരുടെ ആവറേജ് എന്ന് പറയാം. ക്ലിയർ? അപ്പോൾ ഇതാണ് ആവറേജ്. അപ്പോൾ ഇനി നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഫൈൻഡ് ദ ആവറേജ് ഓഫ് ഫസ്റ്റ് 6 നാച്ചുറൽ നമ്പർ. അപ്പോൾ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ നമ്പർ സിസ്റ്റത്തിൻ്റെ ക്ലാസ് പഠിച്ചു. എന്താണ് നാച്ചുറൽ നമ്പർ? നാച്ചുറൽ നമ്പർ എന്താ, നമ്മൾ കൗണ്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന നമ്പേഴ്സ്. അതായത് 0 ഇതിൽ പെടില്ല, 0 എന്ത് വിടും, ഹോൾ നമ്പറിൽ പെടും. 0 പെടാത്ത ബാക്കിയുള്ള നമ്പർ എന്താ, 1 2 3 ഇതൊക്കെയാണ് നമ്മൾ നാച്ചുറൽ നമ്പർ എന്ന് പറയാം, കൗണ്ടിങ് നമ്പർ. ക്ലിയർ? അപ്പോൾ ഫൈൻഡ് ദ ആവറേജ് ഓഫ് ദ ഫസ്റ്റ് 6 നാച്ചുറൽ നമ്പർ. ഫസ്റ്റ് 6 നാച്ചുറൽ നമ്പറിൻ്റെ ആവറേജ് നമ്മൾ ഫൈൻഡ് ചെയ്യണം. ഏതൊക്കെയാണ് ഫസ്റ്റ് 6 നാച്ചുറൽ നമ്പർ? 1 2 3 4 5 6. ക്ലിയർ? അപ്പോൾ ഇതിൻ്റെ ആവറേജ് കാണാൻ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ടോട്ടൽ സമ്മ് എത്രയാണ്, എത്ര കിട്ടും, 10 20 21 ആണ് സമ്മ്, ഡിവൈഡ് ബൈ എത്രയാണ്, 6 ഈക്വൽ ടു എത്ര കിട്ടും, 3.5 ആണ് ഇതിൻ്റെ ആവറേജ് കിട്ടുക. ക്ലിയർ? 3.5 ആണ് ഇതിൻ്റെ ആവറേജ് കിട്ടുക. അപ്പോൾ ഇത് കാണാനുള്ള, അതായത് ഫസ്റ്റ് 6 നാച്ചുറൽ നമ്പർ ഇത് കാണാനുള്ള ഒരു സിമ്പിൾ ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എത്ര നമ്പേഴ്സ് ആണുള്ളത്, 6 നമ്പേഴ്സ് ആണുള്ളത്. 6 നമ്പേഴ്സ് ആണെങ്കിൽ 6 എന്ന് എടുക്കാം. അതിൻ്റെ കൂടെ നമ്മൾ 1 ആഡ് ചെയ്യാം, ഡിവൈഡ് ബൈ 2. ഓക്കെ, സോ 7/2 ഈക്വൽ ടു എന്ത് കിട്ടും, 3.5 ആണെന്ന് കിട്ടും. ക്ലിയർ? നെക്സ്റ്റ് നോക്കിയേ, ഫസ്റ്റ് 21, അതായത് ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യം ഫസ്റ്റ് 21, ഫസ്റ്റ് 6 നമ്പേഴ്സ് എന്നൊക്കെയാണ്. അപ്പോൾ ഫസ്റ്റ് 21 നമ്പേഴ്സിൻ്റെ ആവറേജ് എന്താണ്? സോ നമ്മളിവിടെ ചെയ്യേണ്ട ഒന്നുമില്ല, 21 + 1 ഡിവൈഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ, 22/2 ഈക്വൽ ടു 11 ആണ് കിട്ടുക. ക്ലിയർ? നെക്സ്റ്റ് നോക്കിയാൽ നെക്സ്റ്റ് എന്താണ്, 80 നാച്ചുറൽ നമ്പേഴ്സ്. 80 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ എന്താണ്, 81, അതായത് 80 + 1 81 ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു 40.5 ആണ് 80 നാച്ചുറൽ നമ്പർ, ഫസ്റ്റ് 80 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ആവറേജ് കിട്ടുക. ക്ലിയർ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഇത് നമ്മളെന്താ, എത്ര നമ്പർ +1 ഡിവൈഡ് ബൈ 2.
അപ്പോൾ n നാച്ചുറൽ നമ്പർ ആണെങ്കിൽ അതിൻ്റെ ആവറേജ് എന്താണ്? അപ്പോൾ ഫസ്റ്റ് n നാച്ചുറൽ നമ്പർ ആണ്. ഈ ഫസ്റ്റ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം. എന്താണ് ആവറേജ് എന്ന് പറയുന്നത്? n+1/2. അപ്പോൾ ഇത് നിങ്ങൾ ഓർത്തിരിക്കുക. ക്ലിയർ? ഫസ്റ്റ് n നാച്ചുറൽ നമ്പറിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് n+1/2 ആണ്. ക്ലിയർ? അടുത്തത് ഫൈൻഡ് ദ ആവറേജ് ഓഫ് ദ ഫസ്റ്റ് 5 ഈവൻ നമ്പർ. അപ്പോൾ ഇവിടെ നേരത്തെ നമ്മൾ എന്താ ഫസ്റ്റ് n നാച്ചുറൽ നമ്പർ ആണ്, ഇവിടെ ഈവൻ നമ്പർ അറിയാമല്ലോ, എന്താ 2h ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സിനാണ് നമ്മൾ ഈവൻ നമ്പർ എന്ന് പറയാം. സോ ഫസ്റ്റ് 5 നാച്ചുറൽ നമ്പർ, 5 ഈവൻ നമ്പർ ഏതൊക്കെയാണ്? 2, 4, 6, 8, 10. ക്ലിയർ? അപ്പോൾ ഇതിൻ്റെ സം എന്താണ്? അപ്പോൾ ഇതൊക്കെ ആഡ് ചെയ്ത് നോക്കാം. ഇതാ 10, പിന്നെ ഇത് നോക്കിയാൽ 10, ഇത് 10. സോ ടോട്ടൽ 30/5 ഈക്വൽ ടു എന്ത് കിട്ടും? 6 ആണെന്ന് കിട്ടും. ക്ലിയർ? ഇവിടെ ഫസ്റ്റ് 5 നാച്ചുറൽ നമ്പർ ആണ് ചെയ്തത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് 5 നാച്ചുറൽ നമ്പറിനെ നമ്മൾ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര നാച്ചുറൽ നമ്പറിൻ്റെ ഈവൻ നമ്പർ, ഫസ്റ്റ് 5 ഈവൻ നമ്പറാണ്. അപ്പോൾ ഈ ഫസ്റ്റ് 5 ഈവൻ നമ്പറിൻ്റെ ആവറേജ് കാണാൻ നമ്മളൊന്നുമില്ല. ഫസ്റ്റ് 5 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? 5+1 എന്ന് ഇടാം. അത്രയേ ഉള്ളൂ. അത്രയാണ് ആവറേജ്. 5+1 = 6 ആണ് ആവറേജ് കിട്ടുക. നെക്സ്റ്റ് നോക്കിയേ, ഫസ്റ്റ് ഫൈൻഡ് ദ ആവറേജ് ഓഫ് ദ ഫസ്റ്റ് 21 ഈവൻ നമ്പർ. 21 ഈവൻ നമ്പർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. 21 ഈവൻ നമ്പർ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? ആവറേജ് കണ്ടുപിടിക്കാൻ 21 + 1 = എന്താ? 22 ആണ് ആവറേജ് കിട്ടുക. ക്ലിയർ? നെക്സ്റ്റ് 120 ഈവൻ നമ്പേഴ്സ്. 120 ഈവൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? 120 + 1 = 121 ആണ് അതിൻ്റെ ആവറേജ് നമുക്ക് കിട്ടുക. ക്ലിയർ? അപ്പോൾ ഇവിടെ ഫസ്റ്റ് n ഈവൻ നമ്പർ ആണെങ്കിലോ അവിടെ നമ്മൾ എന്ത് ചെയ്യാം? n ഈവൻ നമ്പർ ആണെങ്കിൽ അതിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് എന്താ? n+1 ആയിരിക്കും. ക്ലിയർ? അപ്പോൾ ഇവിടെ ഇതും കൂടെ ഓർത്തിരിക്കാം. ഫസ്റ്റ് n നാച്ചുറൽ നമ്പർ ആണെങ്കിൽ നമുക്ക് എങ്ങനെയാണ്? നമ്മൾ നേരത്തെ ചെയ്തു n+1/2. ഇനി n ഈവൻ നമ്പറിൻ്റെ ആവറേജ് ആണെങ്കിൽ n+1. ഇനി നമ്മൾ നോക്കാം ഓഡ് നമ്പർ. ഫസ്റ്റ് 5 ഓഡ് നമ്പറിൻ്റെ ആവറേജ് ആണ് നമ്മൾ നോക്കുന്നത്. സോ ഓഡ് നമ്പർ ഏതാണ്? 1, 3, 5, 7, 9. ക്ലിയർ? സോ 10, 20, 25. 25/5 ആണ് കിട്ടുക. സോ ഈക്വൽ ടു എന്താ? ആവറേജ് എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ ഇത് കാണാനുള്ള മെത്തേഡ് എന്താണ്? നമ്മളവിടെ എത്ര നമ്പറാണ്, ഫസ്റ്റ് 5 നമ്പർ. സോ അത് തന്നെയായിരിക്കും ആവറേജ്. നെക്സ്റ്റ് നോക്കിയേ, ഫസ്റ്റ് 21 ഓഡ് നമ്പർ. സോ എത്രയാണ്? 21 തന്നെയാണ് ആവറേജ്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. 1, 3, 5, 7 അങ്ങനെ 21 വരെയുള്ള 21 വരെയുള്ളതല്ല, ഫസ്റ്റ് 21 നമ്പർ. ഫസ്റ്റ് 5 നമ്പർ എന്ന് പറഞ്ഞാൽ 5 വരെയല്ലല്ലോ, 9 വരെയല്ലേ. ക്ലിയർ? അപ്പോൾ അങ്ങനെയാണ് ഫസ്റ്റ് 21 നമ്പർ എന്ന് പറഞ്ഞാൽ എത്രയാ? അതിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് 21 തന്നെയായിരിക്കും. ഇനി 120 നമ്പർ ആണെങ്കിലോ അതിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 120 തന്നെയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് n ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? n തന്നെയായിരിക്കും. ക്ലിയർ? അപ്പോൾ ഇപ്പോൾ നമ്മൾ 3 കാര്യം പഠിച്ചു. ഏതൊക്കെയാണ് പഠിച്ചത്? ഫസ്റ്റ് n നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ n+1/2. ഫസ്റ്റ് n ഈവൻ നമ്പർ എന്ന് പറഞ്ഞാൽ n+1. ഫസ്റ്റ് n ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ n ആണ്. ക്ലിയർ? അപ്പോൾ ഇത് പഠിക്കാനുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് n നാച്ചുറൽ നമ്പർ n+1/2. ഇനി ഈവൻ നമ്പർ ആകുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ഈ (2) ക്യാൻസൽ ചെയ്തു, n+1 മാത്രം. ഇനി ഓഡ് നമ്പർ ആകുമ്പോൾ എന്ത് ചെയ്തു? 1 കൂടെ ക്യാൻസൽ ചെയ്തു. സോ n+1/2, n+1, n ഇങ്ങനെയാണ് കിട്ടുക. ഇനി ഇത് ആക്ച്വലി എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ നോക്കിയേ, നമുക്കറിയാം ഫസ്റ്റ് n നാച്ചുറൽ നമ്പറിൻ്റെ സം എന്ന് പറഞ്ഞാൽ എന്താണ്? n × n+1/2. അതിൻ്റെ കൂടെ നമ്പർ എത്ര നമ്പറാണെന്ന് ഇതാണ്. അതായത് നമുക്ക് ആവറേജ് എന്ന് പറയുന്നത് എന്താണ്? സം ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ. ക്ലിയർ? അപ്പോൾ ഇവിടെ സം എന്താണ്? n × n+1/2 ആണ്. അതിൻ്റെ കൂടെ ഡിവൈഡ് ബൈ n കൂടെ ഇട്ടാൽ ഇതും ക്യാൻസലായി. സോ n+1/2. അപ്പം അങ്ങനെയാണ് നമുക്ക് ഈ ഫോർമുല കിട്ടുന്നത്. ക്ലിയർ? അപ്പോൾ നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒന്നുമില്ല. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു നോക്കുക. സമ്മ് കാണേണ്ട ഇക്വേഷൻ നമ്മൾ പഠിച്ചു വെക്കണം. മറ്റു പല ക്വസ്റ്റ്യൻസിൽ നമുക്ക് സമ്മ് കാണേണ്ട ഇക്വേഷൻ ആവശ്യമുണ്ട്. അപ്പോൾ അത് നിങ്ങൾ പഠിച്ചു വെക്കുക. ആവറേജ് കാണാനുള്ള മെത്തേഡ് ഞാൻ പറഞ്ഞു തന്നു. n+1/2 ഫസ്റ്റത്തെ, പിന്നെ 2 ക്യാൻസൽ ചെയ്തു n+1, പിന്നെ ആ 1 കൂടെ ക്യാൻസൽ ചെയ്തു n. സോ ഇങ്ങനെയാണ് നമ്മൾ ആവറേജ് കാണേണ്ട ഈ 3 ഇക്വേഷൻ ഓർമ്മിച്ചിരിക്കുക. ക്ലിയർ? അപ്പോൾ അത് കൂടാണ്ട് നിങ്ങൾ ഇതും കൂടെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. ഫസ്റ്റ് n സ്ക്വയർ നമ്പർ, അതായത് ഫസ്റ്റ് n സ്ക്വയർ നമ്പർ, അതായത് നിങ്ങൾക്കൊരു ഫസ്റ്റ് 4 സ്ക്വയർ
ഫസ്റ്റ് 4 നമ്പേഴ്സിൻ്റെ സ്ക്വയർ അതെന്ന് പറയുന്നത് എന്താണ് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ. ക്ലിയർ? അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ കിട്ടും? 1 + 4 + 9 + 16. സോ ഈക്വൽ ടു എന്ത് കിട്ടും? 30 അല്ലേ കിട്ടാം? ഈക്വൽ ടു 30/4. സോ 30/4 7.5 ആണെന്ന് കിട്ടും. ക്ലിയർ? 7.5 ആണെന്ന് കിട്ടും. അപ്പോൾ അത് നമുക്ക് ഈ ഇക്വേഷൻ വെച്ചും ചെയ്യാം. n+1 എത്രയാണ്? 4 + 1 5 ഇൻറ്റു 2n. സോ 10 + 1 അതായത് 2n എന്ന് പറഞ്ഞാൽ 4 ആണ്, 2n 8 ആണ്, 8 + 1 9 ആണ് ബൈ 6. സോ ഈക്വൽ ടു എന്ത് കിട്ടും? ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 45 / 6 ഈക്വൽ ടു എന്താണ്? 7.5 ആണ്. ക്ലിയർ? 7.5 ആണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ഇക്വേഷൻ വെച്ചും ചെയ്യാൻ പറ്റും. ഇനി അതുപോലെ n³ നമ്പർ, അതായത് എന്താ? നമുക്കിപ്പോൾ 1³ ഫസ്റ്റ് 3 ക്യൂബ്സ് നമ്പേഴ്സിൻ്റെ ക്യൂബ്സ് നമുക്ക് നോക്കാം. അതായത് 1³ + 2³ + 3³ എന്ന് പറയുന്നതിൻ്റെ ആവറേജ് എന്താ? /3. സോ എന്ത് കിട്ടും? 1³ 1 ആണ്, 2³ 8 ആണ്, 3³ എത്രയാണ്? 27 ആണ്. സോ ഇതിൻ്റെ സം എന്ന് പറയുന്നത് എത്രയാണ്? സം എന്ന് പറയുന്നത് 36 / 3 ഈക്വൽ ടു 12 ആണ്. ക്ലിയർ? ഇനി അത് നമുക്ക് ഈ ഇക്വേഷൻ വെച്ചും ചെയ്യാം. n എന്ന് പറഞ്ഞാൽ 3 നമ്പേഴ്സ് 3 ഇൻറ്റു 3 + 1 4 സ്ക്വയർ, 3 + 1 4 സ്ക്വയർ 16 / 4. സോ ഇതും ക്യാൻസലായി 4 ദാറ്റ്സ് ഈക്വൽ ടു 12. സോ ഈ ഇക്വേഷൻ വെച്ചും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ 3 ഇക്വേഷൻ നിങ്ങൾ കറക്റ്റായി ഓർമ്മിച്ചിരിക്കണം. 4-മത്തെ 5-മത്തെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, പറ്റുമെങ്കിൽ ഓർമ്മിച്ച് വെക്കുക. ക്ലിയർ? അടുത്ത് നോക്കിയാൽ ഫൈൻഡ് ദ ആവറേജ് ഓഫ് ദ ഓൾ ഈവൻ നമ്പേഴ്സ് ബിറ്റ്വീൻ 10 ആൻഡ് 100. അപ്പോൾ 10 ആൻഡ് 100, അപ്പോൾ ഇതിനിടയിലുള്ള എന്താ? ഓൾ ഈവൻ നമ്പേഴ്സിൻ്റെ ആവറേജ് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ എന്താ? എങ്ങനെയായിരിക്കും ഈവൻ നമ്പേഴ്സ്? അതായത് നമുക്ക് നോക്കാം 10, 12, 14, 16 to എങ്ങനെയാണ്? 98, 100. ക്ലിയർ? അപ്പോൾ ഇങ്ങനെ പോകും. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ നിങ്ങൾ നോക്കണം ബിറ്റ്വീൻ എന്ന് പറഞ്ഞു. ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ എന്താ? ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ 10 വേണ്ട, 100 വേണ്ട, അതിന് ഇടയിലുള്ളതാണ് ബിറ്റ്വീൻ. സോ 12 to 98 ആണ് നമ്മൾ എന്താ? ആവറേജ് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ ഇങ്ങനെ ആവറേജ് ഫൈൻഡ് ചെയ്യാൻ നമുക്ക് എന്താ? സിമ്പിളാണ്. എന്ത് ചെയ്യാം? ഫസ്റ്റ് അതായത് ഇവിടെ ആവറേജ് ഫൈൻഡ് ചെയ്യാൻ നിങ്ങൾ നോക്കേണ്ടത് ആവറേജ് ഈക്വൽ ടു എന്താ? ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം / 2 ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു AP ആണെങ്കിൽ, അതായത് അരിത്തമെറ്റിക്കൽ പ്രോഗ്രഷൻ എന്താണെന്ന് പറയുന്നത് നിങ്ങൾക്ക്, അതായത് ഇവിടെ നോക്കിയേ ഇതിൻ്റെയൊക്കെ ഡിഫറൻസ് എന്ന് പറയുന്നത്, ഇവിടെ ഡിഫറൻസ് എത്രയാണ്? 2 ആണ്. ഡിഫറൻസ് 2 ആണ്. അടുത്ത 18-ആയിട്ടുള്ള ഡിഫറൻസ് 2 ആണ്. അപ്പോൾ ഇവിടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്, അതായത് അടുത്തടുത്തുള്ള ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും തമ്മിലുള്ള ഡിഫറൻസ് 2 ആണ്, സെക്കൻഡും തേർഡും തമ്മിലുള്ള 2 ആണ്. അങ്ങനെ തൊട്ടടുത്തുള്ള എല്ലാ ടേംസും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 2 ആണ്. അതിനെയാണ് നമ്മൾ അരിത്തമെറ്റിക്കൽ പ്രോഗ്രഷൻ എന്ന് പറയാം, AP എന്ന് പറയാം. ക്ലിയർ? അപ്പോൾ കോമൺ ഡിഫറൻസ് 2, അതായത് ഏതെങ്കിലും ഒരു കോമൺ ഡിഫറൻസ് 2 നമ്പേഴ്സിൻ്റെ ഇടയിൽ ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്താ? തൊട്ടടുത്തുള്ള 2 നമ്പറായിട്ട് വേണം, അതിനെയാണ് നമ്മൾ അരിത്തമെറ്റിക്കൽ പ്രോഗ്രഷൻ എന്ന് പറയാം. അപ്പോൾ അങ്ങനെയുള്ള നമ്പേഴ്സ് ആണെങ്കിൽ അതിൻ്റെ ആവറേജ് നിങ്ങൾ നോക്കിയാൽ എങ്ങനെയാണ്? ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം / 2 ആണ് ഇതിൻ്റെ ആവറേജ്. അപ്പോൾ ഈ കാര്യം കൂടി നിങ്ങൾ പഠിച്ചു വെക്കുക. ക്ലിയർ? അപ്പോൾ അടുത്ത് നോക്കിയാലോ? ഫൈൻഡ് ദ ആവറേജ് ഓഫ് ദ ഓൾ ഓഡ് നമ്പേഴ്സ് ബിറ്റ്വീൻ എന്താണ്? 15 ആൻഡ് 17. ഓഡ് നമ്പേഴ്സ് ആണ്, 15 to 17 ആണ് നോക്കേണ്ടത്. സോ ഇവിടെ നമ്മൾ നോക്കിയാൽ എന്താണ്? ഏതൊക്കെയാണ് 15 to 17? 15 to 75. 15 to 75 ആണ്. ഓഡ് നമ്പേഴ്സ് എത്രയാണ്? 15 ബിറ്റ്വീനാണ് പറഞ്ഞത്, അപ്പോൾ 15 നമുക്ക് എടുക്കാൻ പറ്റില്ല. സോ നെക്സ്റ്റ് 17, 19, 21 അപ് ടു എത്രയാണ്? 75 ആണ് ലാസ്റ്റത്തെ. സോ അതിന് തൊട്ട് മുന്നത്തെ ഓഡ് നമ്പർ 73 ആണുള്ളത്. സോ ഇവിടെ നമ്മൾ നോക്കിയാൽ ഇവിടെ ഇതൊരു AP ആണോ? ആണ്, കാരണം ഓഡ് നമ്പേഴ്സും AP ആണ്. ഡിഫറൻസ് എത്രയാണ്? 2, ഇതൊക്കെ 2 ആണ് വരിക. അപ്പോൾ ഇതൊരു അരിത്തമെറ്റിക്കൽ പ്രോഗ്രഷനിലാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് എന്താണ്? ആവറേജ് എന്ന് പറയുന്നത് നമുക്കറിയാം ഫസ്റ്റ് ടേം 17 പ്ലസ് ലാസ്റ്റ് ടേം 73 / 2 ആണ്. സോ 90/2 ഈക്വൽ ടു എന്താ? 45 ആണ് ഇതിൻ്റെ ആവറേജ്. ക്ലിയർ? അപ്പോൾ അടുത്ത് നോക്കിയാൽ ഫൈൻഡ് ദ ആവറേജ് ഓഫ് ദ ഓൾ മൾട്ടിപ്പിൾസ് ഓഫ് 5 ബിറ്റ്വീൻ 20 ആൻഡ് 80. അപ്പോൾ ഇതിൻ്റെ എന്താ? ആവറേജ് ഓഫ് എന്താണ്? 5ൻ്റെ മൾട്ടിപ്പിളാണ് ബിറ്റ്വീൻ 20 ആൻഡ് 80. അപ്പോൾ ബിറ്റ്വീൻ 20 ആൻഡ് 80 5ൻ്റെ മൾട്ടിപ്പിൾ ഏതൊക്കെയാണ് വരുന്നത്? അതായത് ഫസ്റ്റ് മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 25, 30, പിന്നെ 35,
അപ് ടു എങ്ങനെയാണ് 75 വരെ വരും. ക്ലിയർ? അപ്പോൾ ഇവിടെ എന്താണ്, ഇതൊരു എ പി ആണോ? അതായത് ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ അതും എ പി ആണ്. കാരണം ഇവിടെ എത്ര ഡിഫറൻസ് വരുന്നത്? 5 ആണ്, ഇവിടെ 5 ആണ്. സോ 5 ആണ് ഇവിടെ എല്ലാത്തിലും ഡിഫറൻസ് വരുന്നത്. അപ്പോൾ ഇതും അരിത്തമെറ്റിക്കൽ പ്രോഗ്രഷനിലാണ്. അങ്ങനെയാണെങ്കിൽ എന്താ, ഫസ്റ്റ് ടേം 25 പ്ലസ് ലാസ്റ്റ് ടേം 75 ഡിവൈഡ് ബൈ 2. സോ 100 ഡിവൈഡ് ബൈ എന്താണ് 2 ഈക്വൽ ടു 50 ആണ് നമുക്കിവിടെ കിട്ടുക. ക്ലിയർ? 50 ആണ് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, അടുത്ത് നോക്കിയാൽ അടുത്ത് എന്താണ്, ഫൈൻഡ് ദ ആവറേജ് ഓഫ് ദ ഓൾ ഈവൻ നമ്പേഴ്സ് ബിറ്റ്വീൻ 12 to 60. അപ്പോൾ ഇവിടെ ഈവൻ നമ്പേഴ്സ് ബിറ്റ്വീൻ 12 to 60 ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ എന്താണ് 12, 14, പിന്നെന്താണ് 16, അങ്ങനെ എത്രയാണ് 60 വരെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തത് നോക്കിയേ, ഫൈൻഡ് ദ ആവറേജ് ഓഫ് ഓൾ ഈവൻ നമ്പേഴ്സ് ഫ്രം ആണ് പറയുന്നത്. സോ ഫ്രം 12 to 16 ബിറ്റ്വീൻ അല്ല, ഫ്രം ആണ് പറഞ്ഞത്. സോ നമ്മൾ 12ഉം 60ഉം ഇൻക്ലൂഡ് ചെയ്യണം. സോ ഇതിൻ്റെ ആവറേജ് എങ്ങനെയാണ്? ഇതും ഒരു എ പി ആണ്. ഇവിടെ 2 അല്ലേ ഡിഫറൻസ്. സോ എന്താണ് 72/2 ഈക്വൽ ടു 36 ആണ് കിട്ടുക. ക്ലിയർ? അപ്പോൾ 36 ആണ് ഇതിൻ്റെ ആൻസർ കിട്ടുക. നെക്സ്റ്റ് നോക്കിയേ, ഫൈൻഡ് ദ ആവറേജ് ഓഫ് ദ ഓൾ മൾട്ടിപ്പിൾ ഓഫ് 7 ഫ്രം 18. അതായത് മൾട്ടിപ്പിൾ ഓഫ് 7 ഫ്രം 18 to 85 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത് മൾട്ടിപ്പിൾ ഓഫ് 7 ആണ്. അപ്പോൾ 18 മൾട്ടിപ്പിൾ ഓഫ് 7 ആണോ? അല്ല. 19 ആണോ? അല്ല. 20 ആണോ? അല്ല. 21 ആണ് ഫസ്റ്റത്തെ മൾട്ടിപ്പിൾ ഇവിടെ വരുന്നത്. അത് കഴിഞ്ഞിട്ട് എന്താ 28 വരും, 35 വരും. ക്ലിയർ? അങ്ങനെ പോയിട്ട് 85 ഇതിൻ്റെ മൾട്ടിപ്പിൾ ആണോ? 85 77ൻ്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല, നമുക്കറിയില്ല. ഓക്കെ, അപ്പോൾ നമുക്കറിയാം എന്താ 7 × 10 എന്ന് പറയുന്നത് 70 ആണെന്നറിയാം. പിന്നെ ഒരു 7ഉം കൂടെ കൂടിയാ, അതായത് ഇൻറ്റു 11 ചെയ്താൽ എത്രയാണ്? 77. അപ്പോൾ ഇൻറ്റു 12 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 84 ആണെന്ന് കിട്ടും. ക്ലിയർ? അപ്പോൾ 84 ആണ് 85ൻ്റെ തൊട്ടടുത്തുള്ള 7ൻ്റെ മൾട്ടിപ്പിൾ. അപ്പോൾ അപ് ടു എത്ര വരും? 84 വരും. ക്ലിയർ? അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇതും ഒരു എ പി ആണ്. കാരണം ഡിഫറൻസ് 7 ആണ്. ഡിഫറൻസ് 7. സോ ഇവിടെ ഡിഫറൻസ് 7 വന്നു. അപ്പോൾ ഇതൊരു എ പി ആണ്, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ്. അതുകൊണ്ട് എന്താ ആവറേജ് എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ഡിവൈഡ് ബൈ 2. സോ എന്ത് കിട്ടും? 105 ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു 52.5 ആണെന്ന് കിട്ടും. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആവറേജ് കണ്ടുപിടിക്കുക. നെക്സ്റ്റ് നോക്കിയേ, ഫൈൻഡ് ദ ആവറേജ് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ്. അപ്പോൾ ഇവിടെ നോക്കിയേ, നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ 4, 5, 6, 7, 8. അപ്പോൾ ഇങ്ങനെ ഒരു നമ്പർ വന്നാൽ, അതായത് അരിത്തമെറ്റിക്കൽ പ്രോഗ്രഷൻ ആണ്, അങ്ങനെ വന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അതായത് നമുക്കിപ്പോൾ കൗണ്ട് ചെയ്യാൻ പറ്റുന്ന നമ്പറാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ ഇതിൻ്റെ മിഡ് ടേം ആയിരിക്കും എപ്പോഴും ഇതിൻ്റെ ആവറേജ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയേ എത്ര ടേം ആണുള്ളതെന്നാൽ 5 ടേം ഉണ്ട്. അപ്പോൾ 5 ടേമിൻ്റെ മിഡുള്ള ടേം ഏതാ? 3rd ടേം ആയിരിക്കും. സോ ഇവിടുത്തെ ആവറേജ് എന്ന് പറയുന്നത് എത്ര? 6 ആണ് ആവറേജ് കിട്ടുക. ക്ലിയർ? മിഡിലുള്ള ടേം, അതായത് ഇതൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണെങ്കിൽ, അതായത് കോമൺ ഡിഫറൻസ് ഉണ്ടാവണം. കോമൺ ഡിഫറൻസ് ആണെങ്കിൽ അതിലെ മിഡ് ടേം ആയിരിക്കും നമ്മുടെ ആവറേജ് എന്ന് പറയാം. ക്ലിയർ? ഇത് നോക്കിയേ, ഇവിടെ എത്ര ടേം ഉണ്ട്? ഇവിടെ നമുക്ക് 7 ടേം ഉണ്ട്. സോ ഇതിൻ്റെ മിഡ് ടേം കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ ആദ്യം നമുക്ക് എത്ര 5 ടേം ഉണ്ടായി. സോ 5 + 1/2. സോ എന്താ 3. 3rd ടേം ആണ് ഇതിൻ്റെ ആവറേജ്. ക്ലിയർ? ഇനി ഇവിടെ നോക്കിയാൽ ടോട്ടൽ എത്ര ടേം ഉണ്ട്? ടോട്ടൽ 7. സോ 7 + 1/2, അതായത് മിഡ് ടേം കണ്ടുപിടിക്കാനാണ്. 7 + 1/2 8/2. 4th ടേം ആണ് ഇതിൻ്റെ ആവറേജ്. 4th ടേം ഏതാ? 12 ആണ് ആവറേജ് അല്ലേ? ഇങ്ങോട്ട് 3, ഇങ്ങോട്ട് 3. സോ നടുക്കുള്ള ടേം, അതായത് മിഡ് ടേം ആണ് ഇതിൻ്റെ ആവറേജ് വരിക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആവറേജ് നോക്കിയേ, ഇവിടെ എത്രയാണുള്ളത്? ഇവിടെ നോക്കിയാൽ 4, 4ഉം 4, 8 ആണ്. 8 നമ്പേഴ്സാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് മിഡ് കിട്ടില്ലല്ലോ. 4.5 കിട്ടും. അതായത് 8 + 1 9/2 എന്ന് പറഞ്ഞാൽ 4.5. അപ്പോൾ എന്താ 4ഉം 5ഉം അതിനിടയിലുള്ള വാല്യൂ ആണ്, ഇതിനിടയിലുള്ള വാല്യൂ ആണ് ഇതിൻ്റെ ആവറേജ് എന്ന് പറയാം. അപ്പോൾ ഇതിനെ ആവറേജ് എങ്ങനെ ഫൈൻഡ് ചെയ്യാം? നമ്മൾ 12 + 15 ഡിവൈഡ് ബൈ 2 ചെയ്താൽ മതി. സോ 27/2 ഈക്വൽ ടു എന്ത് കിട്ടും? 13.5 ആണ് ഇതിൻ്റെ ആവറേജായി കിട്ടുക. ക്ലിയർ? 13.5 ആണ് ഇതിൻ്റെ ആവറേജായി കിട്ടുക. അപ്പോൾ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളിവിടെ നോക്കിയേ, അതായത് ആവറേജ് ഇതിൻ്റെ കൂടെ ഓരോ നമ്പർ കൂടുമ്പോഴും, ക്ലിയർ? അല്ലെങ്കിൽ നമ്മൾ നോക്കാം, ഇവിടെ നോക്കിയേ, ദ ആവറേജ് ഓഫ് 7 കൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ ഈസ് 25. ഫൈൻഡ് ദ ലാർജസ്റ്റ് എമംഗ് ദം. അതായത് നമുക്ക് നോക്കാം, ഏതാ ആവറേജ് ഓഫ് 7 കൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ.
അപ്പോൾ എന്താണ് തുടർച്ചയായുള്ള, അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം തന്നെ എന്താ, ആവറേജ് ഓഫ് 7, അതായത് തൊട്ടടുത്തുള്ള നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് എത്രയായിരിക്കും? 1 ആയിരിക്കും എപ്പോഴും. ക്ലിയർ? അപ്പോൾ അതിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് എത്രയാണ്? 25 ആണെന്ന് പറഞ്ഞു. ആവറേജ് 25 ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ആവറേജ് 25 ആണെങ്കിൽ എന്താ, ഇത് സെൻറ്റർ ആയിരിക്കും. ക്ലിയർ? ആവറേജ് 25 എന്ന് പറഞ്ഞാൽ അത് സെൻറ്റർ ആയിരിക്കും. കാരണം കൺസിക്യൂട്ടീവ് നമ്പേഴ്സ്, അതായത് എന്താ ഡിഫറൻസ് എന്ന് പറയുന്നത് 1 ആണ്, അതൊരു AP ആണ്. അപ്പോൾ അതിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് അതിൻ്റെ മിഡാണ്. സോ 7 നമ്പേഴ്സ് ഉണ്ട്. സോ ഇങ്ങോട്ട് 3 നമ്പേഴ്സ് ഉണ്ടാവും, ഇങ്ങോട്ട് 3 നമ്പേഴ്സ് ഉണ്ടാവും. സോ ടോട്ടൽ 7 ആയിരിക്കും. അപ്പോൾ ഇതിലെന്താ, ഫൈൻഡ് ദ ലാർജസ്റ്റ് നമ്പർ എമംഗ് ദം. അപ്പോൾ ഇതിൽ ലാർജസ്റ്റ് നമ്പർ നമ്മൾ ഫൈൻഡ് ചെയ്യണം. ഇവിടെ 25, 26, 27, 28. സോ എന്താ ലാർജസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? 28 ആണ്. ക്ലിയർ? ലാർജസ്റ്റ് നമ്പർ 28 ആണ്. അപ്പോൾ നെക്സ്റ്റ് നോക്കിയാൽ the average of 5 consecutive even number is 28. What is the largest among them? അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ എന്താ നമുക്ക് ഈവൻ നമ്പർ ആണ് പറയുന്നത്. സോ ഈവൻ നമ്പർ ആയാലും നമുക്കറിയാം എന്താ, അതും ഒരു AP ആണ്. കാരണം എന്താ, കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 2 ആണ്. ഇവിടെ കൺസിക്യൂട്ടീവ് നമ്പർ എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. ക്ലിയർ? ഇവിടെ 2 ആണ്. ഈവൻ നമ്പർ ആകുമ്പോൾ കോമൺ ഡിഫറൻസ് 2 ആണ്. അപ്പോൾ അതിൽ 5 നമ്പേഴ്സാണുള്ളത് തൊട്ടടുത്തുള്ള. ഇവിടെ കൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പറാണ് പറഞ്ഞത്, അടുത്തടുത്തുള്ള നാച്ചുറൽ നമ്പറാണ്, അതുകൊണ്ടാണ് 1 പറഞ്ഞത്. ഇവിടെ ഈവൻ നമ്പർ ആകുമ്പോൾ 2 ആണ് ഡിഫറൻസ്. ക്ലിയർ? അപ്പോൾ ഇവിടെ നമ്മൾ എന്താ മിഡ്, അതായത് ഇതിൻ്റെ APൻ്റെ ആവറേജ് 28 ആണെന്ന് പറഞ്ഞു. സോ മിഡ് പോയിൻ്റ് ആണ് 28. സോ 5 കൺസിക്യൂട്ടീവ് നമ്പേഴ്സാണ്. സോ ഇതെന്താ, ഇങ്ങോട്ട് 2 ഉണ്ടാവും, ഇവിടെ 2 ഉണ്ടാവും. ക്ലിയർ? അപ്പോൾ ഇതിൽ ലാർജസ്റ്റ് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. 28 കഴിഞ്ഞാൽ ഈവൻ നമ്പറാണ് 30, ഇത് 32. സോ ലാർജസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? 32 ആണ് ലാർജസ്റ്റ്. ക്ലിയർ? അപ്പോൾ അടുത്ത് നോക്കാം. ഇനി നമ്മൾ ഓട് നോക്കാം. ഈവൻ നമ്പർ തന്നെ വീണ്ടും നോക്കാം. ആവറേജ് ഓഫ് 5 കൺസിക്യൂട്ടീവ് ഈവൻ നമ്പർ ഈസ് 7. ഫൈൻഡ് ദ ലാർജസ്റ്റ് എമംഗ്. അപ്പോൾ ഇവിടെ എന്താ 6, ആവറേജ് ഓഫ് 6 കൺസിക്യൂട്ടീവ് ഈവൻ നമ്പറാണ്. അപ്പോൾ നേരത്തെ 5 ആണ്. അപ്പോൾ കറക്റ്റ് നമുക്ക് മിഡ് പോയിന്റ് കിട്ടും. പക്ഷേ ഇവിടെ എന്താണ് 6 കൊടുത്തു. അപ്പോൾ നമുക്ക് കറക്റ്റ് മിഡ് പോയിന്റ് കിട്ടില്ലല്ലോ. എന്നാലും നമുക്ക് നോക്കാം എന്ത് കിട്ടും. അതായത് 6 നമ്പേഴ്സ് ഉണ്ട്, 1, 2, 3, 4, 5, 6. അപ്പോൾ ഇതിൻ്റെ ആവറേജ് എവിടെയായിരിക്കും? ഇതിൻ്റെ മിഡ് പോയിന്റിലല്ലേ ആവറേജ്. പക്ഷേ ഇവിടെ മിഡിൽ ഒരു പ്ലേസ് ഇല്ല. അപ്പോൾ ആവറേജ് എന്ന് പറയുന്നത് എത്ര തന്നു? ആവറേജ് എന്ന് പറയുന്നത് നമുക്കറിയാം 7 ആണെന്ന് തന്നു. സോ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. എന്താണ്, ഇവിടുന്നും ഇവിടത്തേക്കുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താ? ഈവൻ നമ്പർ ആകുമ്പോൾ 2 ആണ്. ഇതും തമ്മിലുള്ള ഡിഫറൻസ് 2 ആണ്. ഇതും ഡിഫറൻസ് 2 ആണ്. സോ ഇത് തമ്മിൽ 2 ആണ്, ഇതും 2 ആണ്. സോ ഇതിൻ്റെ മിഡ് പോയിന്റ് എന്ന് പറയുന്നത്, അതായത് ഇവിടെ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. ഇവിടെയും ഡിഫറൻസ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. എങ്കിൽ മാത്രമല്ല നമുക്ക് 2 ഡിഫറൻസ് വരൂ. ആണ്. അപ്പോൾ 7 ആണ് ആവറേജ് പറഞ്ഞാൽ 7 ആണ് ആവറേജ് എങ്കിൽ തൊട്ടടുത്തുള്ള പ്ലേസിലുള്ള വാല്യൂ ഏതായിരിക്കും? 7 + 1 8 ആണ്. പിന്നെ നമ്മൾ ഇവിടുന്ന് 2 10 പിന്നെ 12. സോ ലാർജസ്റ്റ് ആണ് ചോദിച്ചത്. സോ 12 ആണ്. ക്ലിയർ? അതായത് ഈവൻ നമ്പർ ആകുമ്പോൾ ഡിഫറൻസ് 2 ആണ്. പക്ഷേ ഇതിൻ്റെ മിഡ് പോയിൻ്റ് ആണ് നമ്മൾ 7 ആണെന്ന് പറഞ്ഞത്. സോ രണ്ട് സൈഡിലേക്ക് എത്രയായിരിക്കും? 1 ആയിരിക്കും ഡിഫറൻസ്. സോ 7 ഉള്ളത് തൊട്ടടുത്തുള്ളത്, അതായത് മിഡ് പോയിൻറ്റ് 7, തൊട്ടടുത്തുള്ള വാല്യൂ 8, പിന്നെ 10 12. ക്ലിയർ? അപ്പോൾ ഇതാണ് ആവറേജ്. ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് ഈസ് ദ ആവറേജ് ഓഫ് ദ ഫസ്റ്റ് 15 ഓഡ് നമ്പേഴ്സ് എമംഗ് ദ നാച്ചുറൽ നമ്പർ? സിമ്പിളാണ്. എന്താ, നമ്മൾ നേരത്തെ ഒരു 3 ഇക്വേഷൻ പഠിച്ചു. എന്തൊക്കെയാണ്? നാച്ചുറൽ നമ്പർ ആണെങ്കിൽ എന്താണ്? നാച്ചുറൽ നമ്പർ ആണെങ്കിൽ n+1/2 ആണ്. ഇനി ഈവൻ നമ്പർ ആണെങ്കിൽ n+1 ആണ്. ഓഡ് നമ്പർ ആണെങ്കിൽ n ആണ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇവിടെ ഫസ്റ്റ് 15 ഓഡ് നമ്പർ ആണെങ്കിൽ സിമ്പിളാണ്. എന്താണ്? n മാത്രം. സോ n എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 15 ആണ്. സോ n 15 ആണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ 15 ആണ്. ക്ലിയർ? ഇവിടെ ഓഡ് നമ്പർ പറഞ്ഞു. ഫസ്റ്റ് എന്നുള്ളത് മനസ്സിലാക്കണം. ഫസ്റ്റ് 15 ഓഡ് നമ്പർ. സോ ആൻസർ ആ 15 തന്നെയാണ്. നെക്സ്റ്റ് നോക്കാം. ഫൈൻഡ് ദ ആവറേജ് ഓഫ് ദ ഫസ്റ്റ് 10 മൾട്ടിപ്പിൾ ഓഫ് 4 എമംഗ് ദ നാച്ചുറൽ നമ്പർ. അപ്പോൾ 10 മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്. അപ്പോൾ 4ൻ്റെ 10 മൾട്ടിപ്പിൾ നമ്മൾ നോക്കണം. ഏതൊക്കെയാണ്? ക്ലിയർ? അപ്പോൾ 4ൻ്റെ മൾട്ടിപ്പിൾസ് നമ്മളിവിടെ നോക്കാം. ഫസ്റ്റ് 4 ആണ്. സോ 4, 8, 12 അങ്ങനെ പോകും. അങ്ങനെ എത്രയാണ്? 10 മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ 40 വരെയാണ് നമ്മൾ ചെയ്യുക. ക്ലിയർ? ഫസ്റ്റ് 10 മൾട്ടിപ്പിൾസ് ഓക്കെയാണ്. ഇനി ഇതിൻ്റെ ആവറേജ് നമ്മൾ എങ്ങനെ ഫൈൻഡ് ചെയ്യാം? ആവറേജ് സിമ്പിളാണ്. ഇതൊരു AP ആണ്. വേണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ സെൻറ്റർ പോയിന്റ് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു എന്താ,
എ പി ആണെങ്കിൽ, ഇതൊരു അരിത്തമെറ്റിക്കൽ പ്രോഗ്രഷൻ ആണെങ്കിൽ ഇതിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് എന്താണ്? ഈക്വൽ ടു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ഡിവൈഡ് ബൈ 2 ആണ് ആവറേജ്. സോ ഫസ്റ്റ് ടേം എന്താണ്? 4, ലാസ്റ്റ് ടേം 40 ഡിവൈഡ് ബൈ 2, 44 ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു 22 ആണ് ഇതിൻ്റെ ആവറേജ് കിട്ടുക. ക്ലിയർ? അപ്പോൾ ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് നോക്കിയേ, വാട്ട് ഈസ് ദ ആവറേജ് ഓഫ് ദ ഓൾ നമ്പേഴ്സ് ബിറ്റ്വീൻ 100 ആൻഡ് 200 വിച്ച് ആർ ഡിവിസിബിൾ ബൈ 13. അപ്പോൾ 13 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന എല്ലാ നമ്പേഴ്സും ബിറ്റ്വീൻ 100 ആൻഡ് 200 അതിൻ്റെ ആവറേജ് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ നമുക്കറിയാം എന്താ, അതായത് ഇവിടെ 100 to 200 ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. മൾട്ടിപ്പിൾ ഓഫ് 13 ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. സോ 100ൻ്റെ അടുത്തുള്ള മൾട്ടിപ്പിൾ ഓഫ് 13 ഏതാണ്? നമുക്കറിയാം എന്താ, 13 into 10 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 130 ആണ്. സോ അവിടുന്ന് ഒരു 130 മൈനസ് ചെയ്ത 130ന്ന് 13 മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 117 കിട്ടും. വീണ്ടും ഒരു 13 മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 104 ആണെന്ന് കിട്ടും. ക്ലിയർ? ഇത് നമുക്ക് 13 മൈനസ് ചെയ്യാൻ പറ്റില്ലല്ലോ, ഇല്ല. അപ്പോൾ 13 100 കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് മൾട്ടിപ്പിൾ ഓഫ് 13 ഏതാണ്? 104 ആണ്. ക്ലിയർ? നെക്സ്റ്റ് 117, നെക്സ്റ്റ് 130. അപ്പോൾ അങ്ങനെ പോകും. അങ്ങനെ പോയിട്ട് 200ൻ്റെ അടുത്ത് എത്തുന്ന നമ്പർ ഏതാണ്? അപ്പോൾ അവിടെ നമ്മൾ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 200ൻ്റെ അടുത്തുള്ള 13ൻ്റെ മൾട്ടിപ്പിൾ ഏതാണ്? സോ അത് നമ്മളെങ്ങനെ ചെയ്യാം? നമുക്കറിയാം 13 into 10 എന്ന് പറഞ്ഞാൽ 130 ആണ്. 13 into 5 ചെയ്താൽ എങ്ങനെയാണ്? എത്ര കിട്ടും? 13 into 5 ചെയ്താൽ എത്രയാണ്? 65 ആണ് കേട്ടോ. സോ ഇത് ആഡ് ചെയ്യുമ്പോൾ എത്രയാണ്? 195. അപ്പോൾ 13 into 15 ചെയ്താൽ എന്താ? 195 ആണെന്ന് കിട്ടും. ക്ലിയർ? 195 ആണെന്ന് കിട്ടും. സോ അത് കഴിഞ്ഞിട്ടൊരു 13 ആഡ് ചെയ്യാൻ പറ്റില്ലല്ലോ, ഇല്ല. സോ ഇതിൻ്റെ ലാസ്റ്റ് 200ൻ്റെ അടുത്തുള്ള 13ൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 195 ആണ്. ക്ലിയർ? അപ്പോൾ ഇത്രയും കിട്ടി. ഇനി ഇതിൻ്റെ ആവറേജ് കാണാൻ, ഇതൊരു എ പി ആണല്ലോ, കാരണം 13ൻ്റെ മൾട്ടിപ്പിൾ ആണ്. സോ ഡിഫറൻസ് 13 ആണ്. സോ എ പി ആണ്. അങ്ങനെയാണെങ്കിൽ ആവറേജ് എന്ന് പറയുന്നത് എന്താ? ആവറേജ് എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം 104 പ്ലസ് ലാസ്റ്റ് ടേം 195 ഡിവൈഡ് ബൈ 2 ആണ്. സോ 299 ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു എന്താ? 149.5 ആണ് കേട്ടോ. ക്ലിയർ? അപ്പോൾ ആൻസർ എന്താ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. നെക്സ്റ്റ് നോക്കിയേ, നെക്സ്റ്റ് ആവറേജ് ഓഫ് 25 കണ്ടിന്യൂസ് നാച്ചുറൽ നമ്പർ ഈസ് കെ. അപ്പോൾ 25 കണ്ടിന്യൂസ് നാച്ചുറൽ നമ്പർ ഈസ് കെ. ഇഫ് ദ ലാസ്റ്റ് 5 നമ്പർ ആർ എക്സ്ക്ലൂഡഡ് ദെൻ വാട്ട് വിൽ ബി ദ ന്യൂ ആവറേജ്. അപ്പോൾ ഇതിന് മുന്നേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. അതായത് ഒരു എക്സാമ്പിൾ നോക്കാം. 4, 5, 6, 7, 8 ഈ നമ്പറിൻ്റെ ആവറേജ് എന്താണ്? നമുക്കറിയാം സെൻട്രൽ നമ്പറാണ് 6. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ഇതുപോലെ 4, 5, 6, 7, 8 ഇതിൻ്റെ കൂടെ ഞാൻ ഒരു നമ്പറും കൂടെ ആഡ് ചെയ്യുന്നു. അതായത് ഒരു 9 എന്ന നമ്പർ ആഡ് ചെയ്യുന്നു. സോ ഇപ്പോൾ ഇതിൻ്റെ ആവറേജ് എന്തായിരിക്കും? അപ്പോൾ ഇതിൻ്റെ മിഡ് പോയിൻ്റ് ആയിരിക്കും. സോ ഇവിടെ എന്താണ്? 6.5 ആയിരിക്കും ഇതിൻ്റെ ആവറേജ്. ക്ലിയർ? ഇനി ഞാൻ ഇതിൻ്റെ കൂടെ ഇപ്പം 9 വരെ ആഡ് ചെയ്തു. ഇനി 9 പിന്നെ അതിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നു? ഒരു 10ഉം കൂടെ ആഡ് ചെയ്യുന്നു. ബാക്കിയുള്ള നമ്പർ അതേപോലെ ഉണ്ട്. എന്താ? 8 വരെ അതുപോലെ ഉണ്ട്. ഇനി 9ഉം 10ഉം ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തു. സോ അങ്ങനെ ആകുമ്പോൾ അതായത് 4, 5, 6, 7, 8 പിന്നെ 9ഉം 10ഉം അങ്ങനെ ആകുമ്പോൾ മിഡ് പോയിൻ്റ് എന്താണ്? മിഡ് 7 ആണ്. സോ ഇതിൻ്റെ ആവറേജ് 7 ആണ്. അതായത് ഒരു നമ്പർ നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? 0.5 ആവറേജിൽ കൂടുന്നു. ഒരു നമ്പർ വലിയ നമ്പർ ആഡ് ചെയ്യുന്നു. വലിയ നമ്പർ ബിഗ്ഗർ നമ്പർ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? 0.5 ആവറേജിൽ ഇൻക്രീസ് ചെയ്യുന്നു. ക്ലിയർ? അതായത് ബിഗ്ഗർ നമ്പർ ആഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ 9 എന്ന നമ്പർ 8 കഴിഞ്ഞിട്ട് 9 ആണ്. ആ നമ്പർ ആഡ് ചെയ്യുമ്പോൾ എത്രയാണ്? 0.5 ആവറേജിൽ ഇൻക്രീസ് ചെയ്യുന്നു. പിന്നെ വീണ്ടും അതിൻ്റെ കൂടെ 10 ആഡ് ചെയ്തു, വീണ്ടും 0.5 ഇൻക്രീസ് ആവുന്നു. സോ എന്ത് കിട്ടി? 7 കിട്ടി. ഇനി അതല്ല, നമ്മളിതാ ഇങ്ങോട്ട് 3 ആഡ് ചെയ്യുന്നത് വിചാരിക്കാം. ബാക്കിയുള്ള ടേം അതുപോലെ തന്നെയാണ്. 4, 5, 6, 7 പിന്നെന്താ 8. അപ്പോൾ ഇങ്ങനെ 3 ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 5.5 ആണ് ആവറേജ് കിട്ടുക. ക്ലിയർ? 5.5 ആവറേജ് കിട്ടും. ഇനി അതല്ല 2 ആഡ് ചെയ്യുന്നു, 3യും കൂടെ 2 ആഡ് ചെയ്യുന്നു. സോ അങ്ങനെ ആകുമ്പോൾ എന്ത് കിട്ടും? 5 ആണ് ആവറേജ് കിട്ടുക. ക്ലിയർ? അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ബിഗ്ഗർ നമ്പർ ആഡ് ചെയ്താൽ നമുക്ക് 0.5 ഇൻക്രീസ് ആവും. സ്മോളർ നമ്പർ ആഡ് ചെയ്താൽ നമുക്ക് 0.5 ഡിക്രീസ് ആവും. ക്ലിയർ? അപ്പോൾ ഇവിടെ നമ്മൾ കോമൺ ആയിട്ട് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഡിഫറൻസ് നോക്കുക.
ഇവിടെ എ പി അല്ലേ, അതിൻ്റെ ഡിഫറൻസ് എന്താണ് 1. സോ ഡിഫറൻസ് ബൈ 2 ആണ്. ഓരോ നമ്പർ ആഡ് ചെയ്യുമ്പോഴും ഇതിൻ്റെ കൂടെ എന്താ, വലിയ നമ്പർ ആഡ് ചെയ്താൽ ഇൻക്രീസ് ആവും, സ്മോളർ നമ്പർ ആഡ് ചെയ്താൽ ഡിക്രീസ് ആവും. ക്ലിയർ? ഡിഫറൻസ് ബൈ 2 ആണ്. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഈവൻ നമ്പർ നോക്കിയാൽ നമ്മൾ എന്താണ് 2, 4, 6, 8, 10. ക്ലിയർ? അപ്പോൾ ഇതിൻ്റെ ആവറേജ് എന്താണ്? ഇതിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് 6 ആണ്. ഇനി ഇതിൻ്റെ കൂടെ 12 കൂടെ ആഡ് ചെയ്തു. 12 കൂടെ ആഡ് ചെയ്താൽ എന്തായിരിക്കും? ഇതിൻ്റെ ഇവിടെ 7 ആയിരിക്കും വരിക. ക്ലിയർ? 12 കൂടെ ആഡ് ചെയ്താൽ ആവറേജ് എന്ന് പറയുന്നത് 7 ആണ്. അപ്പോൾ ഇവിടെ എന്താ ആവറേജ് നമ്മൾ എങ്ങനെ ഫൈൻഡ് ചെയ്യും? ഇതിൻ്റെ ഡിഫറൻസ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ 2/2. ഡിഫറൻസ് എത്ര? 2/2 ഈക്വൽ ടു 1. അപ്പോൾ ഈവൻ നമ്പറിൻ്റെ എ പി ആണെങ്കിൽ ഓരോ നമ്പർ നമ്മൾ വലിയ നമ്പർ ആഡ് ചെയ്യുമ്പോൾ എന്താ ആവറേജിൽ 1 ഇൻക്രീസ് ആവും. ഇനി അതല്ല നമ്മൾ ഡിഫറൻസ് 1 ഉള്ള നമ്പർ ആഡ് ചെയ്യുന്ന ആണെങ്കിൽ അതിൻ്റെ ബൈ 2 ഹാഫ് ഇൻക്രീസ് ആവും. ഇനി ഡിഫറൻസ് 3 ആണ് ഉള്ളത് ആഡ് ചെയ്യുന്നതെങ്കിൽ, അതായത് 3, 6, 9 അങ്ങനെയുള്ള 12 ഇങ്ങനെയുള്ളതിൻ്റെ കൂടെ നമ്മളൊരു 15 കൂടെ ആഡ് ചെയ്യുന്നെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യും? 3/2 ആണ് ഇതിൻ്റെ കൂടെ ആദ്യത്തെ ആവറേജിൻ്റെ കൂടെ ഇൻക്രീസ് ആവുന്നത്. ക്ലിയർ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ നോക്കിയേ, ഈ ക്വസ്റ്റ്യൻ എന്താണ്? ആവറേജ് ഓഫ് 25 കണ്ടിന്യൂസ് നാച്ചുറൽ നമ്പർ ആണ്. അപ്പോൾ ഡിഫറൻസ് എന്താണ്? ഡിഫറൻസ് എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പർ ആകുമ്പോൾ ഡിഫറൻസ് എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ അതൊരു എ പി ആണ്. ക്ലിയർ? കെ. അപ്പോൾ ഇതിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് എന്താണ്? ആവറേജ് എന്ന് പറയുന്നത് കെ ആണ്. സോ ഇഫ് ദ ലാസ്റ്റ് ഫൈവ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ, ബിഗർ നമ്പർ ആയിരിക്കില്ലേ, ആർ എക്സ്ക്ലൂഡഡ്, ദെൻ വാട്ട് വിൽ ബി ദ ന്യൂ ആവറേജ്. അപ്പോൾ ബിഗർ നമ്പർ എന്താ എക്സ്ക്ലൂഡ് ചെയ്തു. സോ നമ്മൾ പറഞ്ഞു എന്താണ്, ബിഗർ നമ്പർ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം നോക്കിയ 6 ഉണ്ടായത് അടുത്തൊരു നമ്പർ ആഡ് ചെയ്യുമ്പോൾ 6.5 ആയി. പിന്നെ ഒരു നമ്പറും കൂടെ ടോട്ടൽ 2 നമ്പർ ആഡ് ചെയ്യുമ്പോൾ 7 ആയി. സോ ബിഗർ നമ്പർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 0.5 ഇൻക്രീസ് ആവുന്നു. അപ്പോൾ ബിഗർ നമ്പർ എക്സ്ക്ലൂഡ് ചെയ്താലോ ആ 0.5 ഡിക്രീസ് ആവും. സോ ടോട്ടൽ ഇവിടെ എത്ര 5 നമ്പേഴ്സാണ് എക്സ്ക്ലൂഡ് ചെയ്തത്. ഇവിടെ ഒരു നമ്പർ എക്സ്ക്ലൂഡ് ചെയ്താൽ 0.5 ഡിക്രീസ് ആവും. സോ ടോട്ടൽ 5 നമ്പർ. സോ 0.5 × 5. ക്ലിയർ? അത്രയും നമുക്കെന്താ എക്സ്ക്ലൂഡ് ആവും. അപ്പോൾ 2.5 ആണ് ഇതിൽ നിന്ന് ആവറേജ് നിന്ന് മൈനസ് ചെയ്യേണ്ടത്. ടോട്ടൽ ആവറേജ് എത്രയാണ്? കെ ആണ്. അപ്പോൾ അതിൽ നിന്ന് 2.5 മൈനസ് ചെയ്യണം. ക്ലിയർ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. നെക്സ്റ്റ്, ആവറേജ് ഓഫ് 20 കണ്ടിന്യൂസ് നാച്ചുറൽ നമ്പർ ഈസ് കെ. നേരത്തെ പറഞ്ഞ പോലെയാണ്. ഇഫ് ദ ഫസ്റ്റ് 4 നമ്പേഴ്സ് ആർ എക്സ്ക്ലൂഡ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് 4 ആണ് എക്സ്ക്ലൂഡ് ചെയ്തത്. നമ്മൾ നേരത്തെ നോക്കി 6ലെ ആവറേജ് ഫസ്റ്റ് ഒരു നമ്പർ ആഡ് ചെയ്താൽ, അതായത് 4, 5, 6 അങ്ങനെയുള്ള നമ്പറിന് അതിൻ്റെ കൂടെ 3 ആഡ് ചെയ്താൽ ആവറേജ് എന്ത് ചെയ്യും? 5.5 ആവും. പിന്നെ ഒന്നും കൂടെ 2 കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്താലോ 5 ആവും. അപ്പോൾ സ്മോളർ നമ്പർ ആഡ് ചെയ്താൽ ആവറേജ് ഡിക്രീസ് ആവും. അതുപോലെ സ്മോളർ നമ്പർ റിമൂവ് ചെയ്താൽ, എക്സ്ക്ലൂഡ് ചെയ്താൽ എന്താവും? നമുക്ക് ആവറേജ് ഇൻക്രീസ് ആവും. കാരണം സ്മോളർ നമ്പർ എക്സ്ക്ലൂഡ് ചെയ്താൽ ആവറേജ് ഇൻക്രീസ് ആവും. സോ ഇവിടെ പറയുന്നത് എന്താ, ഇനിഷ്യലി എത്രയാണ്? കെ ആണ് ആവറേജ്. ഇവിടെ 4 നമ്പേഴ്സ് നാച്ചുറൽ നമ്പറാണ്. സോ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. 4 നമ്പർ എക്സ്ക്ലൂഡ് ചെയ്തു. 4 നമ്പർ എക്സ്ക്ലൂഡ് ചെയ്താൽ എന്താണ്? ഒരു നമ്പർ എക്സ്ക്ലൂഡ് ചെയ്താൽ 1/2 ഇൻക്രീസ് ആവും. 4 നമ്പർ എക്സ്ക്ലൂഡ് ചെയ്താൽ × 4 ഈക്വൽ ടു എന്താ? 2 ഇൻക്രീസ് ആവും. സോ k+2 ആണ് ആൻസർ കേട്ടോ. ക്ലിയർ? ഓപ്ഷൻ സി ആണ് കറക്റ്റ്. അടുത്ത് നോക്കിയേ, ആവറേജ് ഓഫ് 12 നമ്പേഴ്സ് ഈസ് 48. അപ്പോൾ 12 നമ്പറിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് 48 ആണ്. ഇഫ് ഈച്ച് നമ്പർ ഈസ് ഇൻക്രീസ്ഡ് ബൈ 11 ദെൻ വാട്ട് വിൽ ബി ദ ന്യൂ ആവറേജ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഒരു എക്സാമ്പിൾ 1, 2, 3, 4, 5. ഇതിൻ്റെ ആവറേജ് എന്താണ്? 3 ആണ്. ഇനി ഈ നമ്പേഴ്സിൻ്റെ കൂടെ ഒക്കെ +2 ആഡ് ചെയ്യുന്നു. സോ എന്താ 1 + 2 3. ഇവിടെ 4, ഇവിടെ 5, 6, 7. സോ അങ്ങനെ വന്നാൽ ഇതിൻ്റെ ആവറേജ് എന്താണ്? മിഡ് പോയിൻ്റ് ആണ്. എന്താണ്? 5 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ പഴയ ആവറേജിൽ നിന്ന് പുതിയ ആവറേജിലേക്ക് എന്താണ് വന്നത്? +2 ആണ്. സോ നമ്മൾ ഓരോ നമ്പറിൻ്റെ കൂടെയും 2 ഇൻക്രീസ് ചെയ്താൽ ആവറേജിൻ്റെ കൂടെയും 2 ഇൻക്രീസ് ആവും. ഇനി 2 ഡിക്രീസ് ആയാൽ 2 ഡിക്രീസ് ആവറേജിൻ്റെ കൂടെയും ഡിക്രീസ് ആവും. അപ്പോൾ ഏത് ആവറേജിൻ്റെ കൂടെ, അതായത് ടോട്ടൽ നമ്പേഴ്സിൻ്റെ ഒക്കെ കൂടെ എത്ര നമ്പർ ഇൻക്രീസ് ആയാലും അതുപോലെ ഡിക്രീസ് ആയാലും ആവറേജിൻ്റെ ആ സെയിം ഓപ്പറേഷൻ അവിടെ നടക്കും. ക്ലിയർ? ഇനി മൾട്ടിപ്ലൈ ചെയ്താലും ആവറേജിൽ അത് നടക്കും.
ക്ലിയർ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയേ 12 നമ്പേഴ്സിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് 48 ആണ്. അപ്പോൾ ഈച്ച് നമ്പറിൽ 11 ഇൻക്രീസ് ചെയ്തു, ഓരോ നമ്പറിലും 11 ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ആവറേജ് എന്ത് ചെയ്യും? 11 ഇൻക്രീസ് ചെയ്യും. സോ 59 ആണ് ആവറേജ്, പുതിയ ആവറേജ്. ന്യൂ ആവറേജ് എന്ന് പറയുന്നത് 59 ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ക്ലിയർ? നെക്സ്റ്റ്, സെറ്റ് എ കണ്ടെയ്ൻ 7 നമ്പേഴ്സ് ആൻഡ് ആവറേജ് ഓഫ് ദീസ് ഈസ് 41. അതായത് 7 നമ്പേഴ്സിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് എത്രയാണ്? 41 ആണ്. അതുപോലെ സെറ്റ് ബി കണ്ടെയ്ൻ, ഇതേയാണ് സെറ്റ് ബി കണ്ടെയ്ൻ എത്രയാണ്? 5 നമ്പേഴ്സ്, അതിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് എത്രയാണ്? 44 ആണ്. ക്ലിയർ? ദ ഓവറോൾ ആവറേജ് ഓഫ് ദ ബോത്ത് സെറ്റ്. അപ്പോൾ ഇതിൻ്റെ ഓവറോൾ ആവറേജ് ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. സോ നമ്മൾ ഒന്നുമില്ല, സാധാരണ നമ്മൾ എന്താ ആവറേജ് എന്ന് പറയുന്നത് എന്താ? സം ഡിവൈഡ് ബൈ നമ്പർ. ക്ലിയർ? അപ്പോൾ ഇവിടെ നമ്മൾ ഇതിൻ്റെ സമ്മ് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടുന്ന് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ആവറേജ് എന്ന് പറയുന്നത് എന്താ? സം ഡിവൈഡ് ബൈ നമ്പർ. അങ്ങനെയാണെങ്കിൽ സമ്മ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക? സം എന്ന് പറയുന്നത് ആവറേജ് ഇൻറ്റു നമ്പർ. ഹൗ മെനി നമ്പേഴ്സ്? ഓക്കെ, ആവറേജ് ഇൻറ്റു നമ്പർ ചെയ്താൽ നമുക്ക് സമ്മ് കിട്ടും. ക്ലിയർ? ആ കാര്യം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ? 7 നമ്പേഴ്സിൻ്റെ ആവറേജ് 41 ആണ്. 7 നമ്പേഴ്സിൻ്റെ ആവറേജ് 41 ആണെങ്കിൽ അതിൻ്റെ സമ്മന്തായിരിക്കും 7 നമ്പേഴ്സിൻ്റെ സമ്മ് എന്ന് പറയുന്നത് എന്താ? ആവറേജ് 41 ഇൻറ്റു 7 ആണ് അതിൻ്റെ സമ്മ്. ക്ലിയർ? സോ എന്ത് കിട്ടും? സോ ഇവിടെ എന്ത് സമ്മ് കിട്ടും? 287 ആണെന്ന് കിട്ടും. ഇനി 5 നമ്പേഴ്സിൻ്റെ ആവറേജ് 44 ആണെങ്കിൽ, 5 നമ്പേഴ്സിൻ്റെ ആവറേജ് 44 ആണെങ്കിൽ അതിൻ്റെ സമ്മ് എന്ത് കിട്ടും? 44 ഇൻറ്റു 5 ഈക്വൽ ടു 220 ആണെന്ന് കിട്ടും. ക്ലിയർ? അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്താൽ നമുക്ക് ടോട്ടൽ സമ്മ് കിട്ടില്ലേ? രണ്ടും ആഡ് ചെയ്താൽ നമുക്ക് ടോട്ടൽ സമ്മ് കിട്ടും. എത്രയാണ്? 70507 ആണ് ടോട്ടൽ സമ്മായിട്ട് കിട്ടുക. ടോട്ടൽ സമ്മ് കിട്ടി. ഇനി ടോട്ടൽ നമ്പർ കിട്ടാൻ എന്താ? ഇവിടെ 5, ഇവിടെ 7. സോ 5ഉം 7ഉം 12. സോ ടോട്ടൽ സം എന്ന് പറയുന്നത് 507 ആണ്. ടോട്ടൽ നമ്പർ എന്ന് പറയുന്നത് 12 ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഇത് കട്ട് ചെയ്താൽ എന്ത് കിട്ടും? 42.25. 42.25 ആണ് ഇതിൻ്റെ ആവറേജ് കിട്ടുക. ക്ലിയർ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം ഇതിന്ന് സമ്മ് കണ്ടുപിടിച്ചു, രണ്ടിൻ്റെയും സമ്മ് കണ്ടുപിടിച്ചു. ആവറേജ് ഇൻറ്റു നമ്പർ ചെയ്താൽ നമുക്ക് അതിൻ്റെ സമ്മ് കിട്ടും. സെക്കൻഡും അതുപോലെ സമ്മ് കിട്ടും. രണ്ട് ആഡ് ചെയ്താൽ ടോട്ടൽ സമ്മ് കിട്ടി. ടോട്ടൽ സം ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ചെയ്താൽ പുതിയ ആവറേജ്, ടോട്ടൽ ആവറേജ് കിട്ടും. ക്ലിയർ? അപ്പോൾ എന്താ? 42.25 ആണ് കിട്ടുക. ഇനി ഞാനൊരു മെത്തേഡും കൂടെ പറയാം, ഇത് നിങ്ങൾ മനസ്സിലാകുന്നത് മാത്രം നോക്കുക. അതായത് നമുക്ക് തന്നിട്ടുള്ള ഡാറ്റ എന്താണ്? 7 എത്രയാണ്? എത്ര ആൾക്കാരാണ്? 7 നമ്പേഴ്സാണ്, അതുപോലെ 5 നമ്പേഴ്സാണ്. അപ്പോൾ ഇതിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് എത്രയാണ്? ആവറേജ് എന്ന് പറയുന്നത് 41 ആണ്, 44 ആണ്. അപ്പോൾ ഇത് നമ്മൾ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മെത്തേഡാണ്. ഒന്നുമില്ല, നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ 41നെ ആവറേജ് ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നു. 41ന്. സോ ഇവിടെ ഡിഫറൻസ് എത്രയാണ്? 0. ഇവിടെ ഡിഫറൻസ് എത്രയാണ്? 3. ക്ലിയർ? ഞാൻ ആദ്യം പറഞ്ഞു എന്താണ് ആവറേജ് എന്ന് പറയുന്നത്? എന്താണ്? എല്ലാ നമ്പറിനെയും ഈക്വലൈസ് ചെയ്യുന്നതാണ് ആവറേജ് എന്ന് പറയാം. സോ നമ്മൾ എല്ലാ നമ്പറും 41 ആണെന്ന് വിചാരിച്ചു. സോ അങ്ങനെയാണെങ്കിൽ ഈ 44ൽ ഒരു 3 ബാക്കിയുണ്ട്. അങ്ങനെ എത്ര 44 ഉണ്ട്? 5 44 ഉണ്ട്. അപ്പോൾ ടോട്ടൽ 5ലും 3 എന്താ? ഓരോ എണ്ണത്തിലും 3 ബാക്കിയുണ്ട്. സോ ടോട്ടൽ 15 ബാക്കിയുണ്ട്. ക്ലിയർ? 15 നമ്പേഴ്സ് ബാക്കിയുണ്ട്. ക്ലിയർ? അപ്പോൾ ആവറേജിൽ 15 ബാക്കിയുണ്ട്, 15 സമ്മ് ബാക്കിയുണ്ട്. ആ 15 ബാക്കിയുള്ള എല്ലാവർക്കും കൂടി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ 41 അസ്യൂം ചെയ്തു, 41 അസ്യൂം ചെയ്തു. ബാക്കിയുള്ള 15 എന്ത് ചെയ്യുന്നു? ടോട്ടൽ നമ്പർ 12 ഇവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ക്ലിയർ? നമ്മൾ ആദ്യം എല്ലാവരും 41 ആണെന്ന് അസ്യൂം ചെയ്തു. അപ്പോൾ അങ്ങനെ വന്നാൽ നമുക്കൊരു 15 നമ്പർ ബാക്കിയുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ബാക്കിയുള്ള 12 ആൾക്കാർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. സോ എന്ത് കിട്ടും? 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 15/12 ഈക്വൽ ടു എന്ത് കിട്ടും? 1.25 ആണെന്ന് കിട്ടും. അപ്പോൾ വീണ്ടും ഈ ഓരോ ആൾക്കും 12 പേഴ്സൺസിനും എത്ര കിട്ടും? 1.25 ആഡ് ചെയ്യുന്നു. സോ ടോട്ടൽ എന്താ? 42.25. അപ്പോൾ ഇങ്ങനെ നമുക്ക് ആവറേജ് കണ്ടുപിടിക്കാം. നിങ്ങൾക്ക് ആദ്യത്തെ മെത്തേഡാണ് മനസ്സിലായെങ്കിൽ അത് ചെയ്യുക. ഇത് മനസ്സിലായാൽ ഇത് നമുക്ക് മൈൻഡിൽ ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ്. ക്ലിയർ? നെക്സ്റ്റ് നോക്കിയേ, ആവറേജ് ഓഫ് സം നമ്പർ ഈസ് 54.6. If 75% of the number are increased by 5.6 each and the rest of the decreased by 8.4 each, then what is the average of the number obtained? So ഇവിടെ ഒന്നുമില്ല, നമുക്ക് എന്താ 75% ഓഫ് എ നമ്പർ, അതായത് 75 നമ്മൾ കഴിഞ്ഞ പെർസെൻറ്റേജിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞു എന്താണ് 75% എന്ന് പറഞ്ഞാൽ എന്താണ്? 75 ഡിവൈഡ് ബൈ
100. സോ ഈക്വൽ ടു എന്താണ്, ഇത് നമ്മൾ 5 കൊണ്ട് കട്ട് ചെയ്താൽ 3/4 ആണെന്ന് കിട്ടും. ക്ലിയർ? അപ്പോൾ ഇത് മീൻ ചെയ്യുന്ന എന്താണ്, 4 ഉള്ള വാല്യൂ അതായത് നമ്മൾ 75% ആയെന്ന് പറയാം. ഒരു നമ്പറിനെ 75%ലേക്ക് മാറ്റി. സോ 4 ഉള്ളത് 3 ആയി. അതാണ് അത് മീൻ ചെയ്യുന്നത്. ക്ലിയർ? ആദ്യം ഇനിഷ്യലി 4 ഉണ്ട്, അത് പിന്നെ 3 ആയി. അതാണ് 3/4. അതായത് 100 ഉള്ളത് 75 ആയി. അതാണ് 75. ഒരു നമ്പറിൻ്റെ 75. ആക്ച്വൽ നമ്പർ 100 ആണെങ്കിൽ അതിൻ്റെ 75 എത്രയാണ്, 75%. ഓക്കെ, അപ്പോൾ 4 ഉള്ളതിൻ്റെ 75% 3 ആണ്. അതാണ് ഇത് മീൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ പറയുന്നത്, ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താ, 75% ഓഫ് എ നമ്പർ. അപ്പോൾ നമ്മൾ ടോട്ടൽ എന്താണ്, ടോട്ടൽ 4 ആണെന്ന് വിചാരിക്കാം. ടോട്ടൽ 4 അസ്യൂം ചെയ്യുന്നു, നമ്മൾ ടോട്ടൽ 4 ആണ്. അപ്പോൾ ടോട്ടൽ 4 ആണ്, അതിൻ്റെ 75% എത്രയാണ്, 3 ആണ്. സോ 3 ഓഫ് ദ നമ്പർ ആർ ഇൻക്രീസ്ഡ് ബൈ എത്രയാ, ടോട്ടൽ 4 നമ്പർ ഉണ്ട്, 75% എന്ന് പറയുന്നത് 3 ആണ്, ബാക്കി ഒരു നമ്പറും കൂടെ ഉണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ 3 നമ്പർ 75% ഓഫ് എ നമ്പർ ഓഫ് ദ നമ്പർ ആർ ഇൻക്രീസ്ഡ് ബൈ എത്രയാണ്, 5.6 ആണ്. ക്ലിയർ? ഇനി ബാക്കിയുള്ള ഈച്ച്, അതായത് 5.6 ഈച്ച്, 75%, അതായത് ആവറേജ് ഓഫ് സം നമ്പേഴ്സ്. അതായത് സം നമ്പേഴ്സ് ആണ്, കുറച്ച് നമ്പേഴ്സ് ഉണ്ട്, അതിൽ ടോട്ടൽ ഇപ്പോൾ എത്രയാണ്, 100 നമ്പേഴ്സ് ഉണ്ടാവാം. അതിൽ 75% നമ്പേഴ്സിൻ്റെയും ആവറേജ് എന്ത് ചെയ്യുന്നു, 75. അതായത് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം, 1 2 3 4 അങ്ങനെ കുറേ നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ 75% നമ്പേഴ്സിനും എന്ത് ചെയ്യുന്നു, 5.6 ഇൻക്രീസ് ചെയ്യുന്നു. ബാക്കിയുള്ള റെസ്റ്റിന് എത്രയാണ്, ഡിക്രീസ് ചെയ്യുന്നു, 8.4 ഡിക്രീസ് ചെയ്യുന്നു. ഇതാണ് പറയുന്നത്. സോ നമ്മൾ അസ്യൂം ചെയ്യുന്നു ടോട്ടൽ 4 നമ്പർ ഉണ്ട്, അതിൽ 3 നമ്പറിൻ്റെയും എന്താണ് 5.6 ഇൻക്രീസ് ചെയ്യുന്നു, പ്ലസ് 5.6 ആണ്. ഇനി ബാക്കി ഒന്നല്ലുള്ളത്, അതിന് -8.4 ആണ് ഇവിടെ പറയുന്നത്. ക്ലിയർ? നമ്മൾ ഈ 4 എന്നുള്ളത് അസ്യൂം ചെയ്തതാണ്, അതിൻ്റെ 75%ഉം 3 നമ്പറാണ്, ബാക്കിയുള്ളത് ഒരു നമ്പറാണ്. അപ്പോൾ 3 നമ്പറിലും 5.6 ഇൻക്രീസ് ആവുന്നു, ഒരു നമ്പറിൽ 8.4 ഡിക്രീസ് ആവുന്നു. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കിയേ, 3 നമ്പറിലും 5.6 ഇൻക്രീസ് ആവുന്നു. സോ ടോട്ടൽ എത്രയാണ് ഇൻക്രീസ് ആയത്, ടോട്ടൽ ഇൻക്രീസ് ആയത് 5.6 × 3, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ, 16.8 അല്ലേ, 16.8 ആണ്. ഇനി ഇവിടെ എന്താ, ഇത് പ്ലസ് ആണ്, ഇൻക്രീസ് ആയതാണ്, ഇവിടെ ഡിക്രീസ് ആയി, 8.4 ഡിക്രീസ് ആയി. സോ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ സമ്മിൽ എത്ര ഡിക്രീസ് ആയി, 16.8 ഇൻക്രീസ് ആയി. ഇത് ഇൻക്രീസ് ആയതാണ്, ഇത് ഡിക്രീസ് ആയതാണ്. അങ്ങനെ നമ്മൾ ടോട്ടൽ ആണെങ്കിൽ ടോട്ടൽ നോക്കിയാൽ എന്താ, 16.8 - 8.5 ഈക്വൽ ടു എന്താ, 8.5 ആണ് ടോട്ടലായിട്ട് ഇൻക്രീസ് ആയത്. ക്ലിയർ? ഈ 8.5 നമ്മൾ എന്ത് ചെയ്യും, 4 പേർക്കും കൂടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതായത് നമ്മൾ ഈ ആദ്യത്തെ സം നമ്പർ എന്ന് പറയുന്നത് നമ്മൾ 4 ആയിട്ട് അസ്യൂം ചെയ്തു. ഓക്കെ, അപ്പോൾ ടോട്ടൽ എത്രയാണ്, 8.4 ഇൻക്രീസ് ആയിട്ടുണ്ട്. സോ 8.4 / 4 ചെയ്താൽ നമുക്ക് എന്താ, 2.1 ആണ് ആവറേജിൽ ഇൻക്രീസ് ആയത്. സോ ഓൾറെഡി എത്രയാണ് ആവറേജ്, 54.6 ആണ്, അതിൻ്റെ കൂടെ 2.1 നമുക്കിപ്പോൾ കിട്ടിയില്ലേ, അത് ഇൻക്രീസ് ചെയ്താൽ 56.7 ആണ് ന്യൂ ആവറേജ് എന്ന് കിട്ടാം. ക്ലിയർ? ന്യൂ ആവറേജ് എത്ര, 56.7 ആണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ് കറക്റ്റ്. നെക്സ്റ്റ് നോക്കിയാൽ, എ പേഴ്സൺ ബോട്ട് 15 ആർട്ടിക്കിൾസ് അറ്റ് 70 പെർ ആർട്ടിക്കിൾ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കാം എന്താണ്, ഇവിടെ നമ്മൾ നോക്കിയാൽ 15 ആർട്ടിക്കിൾ എത്രയാണ്, 70 റുപ്പീസിന് വാങ്ങി. സോ ടോട്ടൽ എത്രയായിരിക്കും, 50 ആർട്ടിക്കിൾ 70 റുപ്പീസിന് വാങ്ങിയാൽ ടോട്ടൽ പ്രൈസ് എത്രയായിരിക്കും, 15 × 70 ആണ്. സോ ഈക്വൽ ടു എന്താ, 1050 ആയിരിക്കും അല്ലേ. ഇനി നെക്സ്റ്റ് എന്താ, 13 ആർട്ടിക്കിൾസ് 60 റുപ്പീസിന് വാങ്ങി, 13 ആർട്ടിക്കിൾ 60 റുപ്പീസിന് വാങ്ങി. സോ ടോട്ടൽ പ്രൈസ് എത്രയായിരിക്കും, 780 ആണ്. അടുത്തത് 12 ആർട്ടിക്കിൾ എത്രയാണ്, 65 റുപ്പീസിന് വാങ്ങി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്രയായിരിക്കും, ഇതും 780 അല്ലേ, ഇതും 780 ആണ്. സോ ടോട്ടൽ എത്ര റുപ്പീസായി, ആവറേജ് കോസ്റ്റാണ് ചോദിക്കുന്നത്. സോ ഇവിടെ ടോട്ടൽ എത്ര റുപ്പീസായി, ടോട്ടൽ എത്രയായി, 2610 അല്ലേ, 2610 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര നമ്പേഴ്സ് ഉണ്ട്, അതായത് എത്ര ഐറ്റം വാങ്ങി നോക്കിയാൽ എത്രയാണ്, 15 20 30 40 ആർട്ടിക്കിളാണ് വാങ്ങിയത്. എത്ര രൂപയ്ക്ക്, 2610 / 40. ടോട്ടൽ പ്രൈസ് എന്ന് പറയുന്നത് 2610 ആണ്.
ഇനി എത്ര ആർട്ടിക്കിളാണ് വാങ്ങിയ 40 ആർട്ടിക്കിൾ. സോ ഇവിടെ നമ്മൾ എന്താ ഡിവൈഡ് ബൈ 40 ചെയ്താൽ എന്താ ആൻസറായി. കട്ട് ചെയ്യുമ്പോൾ എന്താ 6 5 2 5. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ക്ലിയർ? അപ്പം ഇങ്ങനെ ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെയും വേണമെങ്കിൽ ചെയ്യാം. നമുക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. അതായത് ഡാറ്റ എന്താ 15 ആർട്ടിക്കിൾ ഉണ്ട്, 13 ആർട്ടിക്കിൾ ഉണ്ട്, 12 ആർട്ടിക്കിൾ ഉണ്ട്. 15 ആർട്ടിക്കിളിന് 70 റുപ്പീസാണ്, ഇത് 60 റുപ്പീസാണ്, 65 റുപ്പീസാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇവിടുന്ന് തന്നെ നമ്മളുടെ ആവറേജ് കോസ്റ്റാണ് പറഞ്ഞിട്ടില്ലേ, ഇതാണ് കോസ്റ്റ്, ഇവിടെയല്ല കോസ്റ്റ്, ഇത് ടോട്ടൽ ആർട്ടിക്കിളാണ്. അപ്പോൾ കോസ്റ്റിൽ നമ്മൾ ഈ 65 ആണ് നമ്മൾ ആവറേജ് ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നു. നമ്മൾ നേരത്തെ ചെയ്ത പോലെ 65 ആവറേജ് ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇവിടെ 70 അവിടെ എത്രയാണ്, +5 ആയിരിക്കും, ഇവിടെ എത്രയാണ്, -5 ആയിരിക്കും. ക്ലിയർ? 65 ആണ് നമ്മൾ ആവറേജ് ആയിട്ട് അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 70 എന്ന ഒരു ആർട്ടിക്കിളിന് 5 റുപ്പീസിൻ്റെ കൂടുതലുണ്ട്. അങ്ങനെ 15 ആർട്ടിക്കിൾ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 15 × 5 ടോട്ടൽ 75 ആണ് ഇവിടെ ഇൻക്രീസ് ആയിട്ടുള്ളത്, കൂടുതലുള്ളത്. ഇനി കുറവുള്ളതോ 13 -5 ആണ്. സോ എത്രയാണ്, ടോട്ടൽ 65 ആണ് കുറവുള്ളത്. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയാൽ എന്താ, 10ൻ്റെ ഡിഫറൻസ് ഉണ്ട്. ക്ലിയർ? ഇവിടെ 10ന് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഈ 10 എന്ന് പറയുന്നത് എത്രയാണ്, അതായത് നമ്മൾ 65 അസ്യൂം ചെയ്താൽ ഒരു 10ൻ്റെ ഡിഫറൻസ് ഉണ്ട്. ആ 10 നമ്മൾ എന്ത് ചെയ്യുന്നു, ബാക്കിയുള്ള എല്ലാ ടോട്ടൽ എത്രയാണ് 40 ആർട്ടിക്കിൾസ്. സോ 10 എന്ന് പറയുന്നത് 40 ആർട്ടിക്കിൾസിനും ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ നമുക്കെന്ത് കിട്ടും, 0.25 കിട്ടും. സോ അത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്താൽ 65.25 കിട്ടും. ക്ലിയർ? ഇങ്ങനെയും നമുക്ക് ആവറേജിൻ്റെ കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തത് ആവറേജ് ഓഫ് ABC ഈസ് 11. അപ്പോൾ ABC എന്ന് പറയുന്നത് 11 ആണ്. അപ്പോൾ അതിൻ്റെ സം എന്തായിരിക്കും, അതായത് A + B + C എന്തായിരിക്കും, 3 നമ്പറിൻ്റെ ആവറേജ് 11 ആണ്. അപ്പോൾ അതിൻ്റെ സം എന്തായിരിക്കും, അതായത് A + B + C / 3 ആണ് 11 കിട്ടുക. അപ്പോൾ A + B + 3 എന്താണ്, 33 ആണ്. ക്ലിയർ? 33 ആണ്. ക്ലിയർ? മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടും. അടുത്തത് C + D + E, C + D + E എന്ന് പറയുന്നത് എന്താണ്, അത് 17 ആണ് ആവറേജ്. സോ അതിന് നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 51 ആണ് ഇതിൻ്റെ സം കിട്ടുക. നെക്സ്റ്റ് E + F, ഇയും എഫും ആവറേജ് എത്രയാണ്, 22 ആണ്. ആവറേജ് ഓഫ് E and F ഈസ് 22. സോ ഇവിടെ എന്താ ആവറേജ് തന്നിട്ടുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യുക, E and F 22, ആവറേജ് ഓഫ് E and F ഈസ് 22 ആൻഡ് ആവറേജ് ഓഫ് E and C എന്ന് പറയുന്നത് എന്താണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ എന്താ 22 ആണ്, അതായത് ആവറേജ് ഓഫ് EF 22 ആണ്. സോ × 2 ചെയ്താൽ 44 കിട്ടും. ആവറേജ് ഓഫ് E + C എന്ന് പറയുന്നത് എത്രയാണ്, 17 ആണ്. അപ്പോൾ 17 × 2 ചെയ്താൽ 34 കിട്ടും. ക്ലിയർ? ഇത്രയും കിട്ടും. ഇനി നമ്മൾ നോക്കിയാൽ ഇവിടെ നമ്മൾ നോക്കിയാൽ ഫൈൻഡ് ചെയ്യേണ്ട എന്താ, വാട്ട് ഈസ് ദ ആവറേജ് ഓഫ് ദ ABCDEF ഫൈൻഡ് ചെയ്യണം. സോ നമ്മൾ ഈ നമ്പറൊക്കെ ആഡ് ചെയ്താൽ നമുക്ക് നോക്കിയാൽ ഇവിടെ A 1 ആണുള്ളത്, B ആണെങ്കിൽ 1 ആണുള്ളത്, C ആണെങ്കിൽ 2 C ഉണ്ട്, C 2 ഉണ്ട്, D 1 ആണ്, E 2 ഉണ്ട്, E 3 ഉണ്ട്. ക്ലിയർ? സിയും 3 ഉണ്ട്, ഇയും സിയും 3 വീതം ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്താ നമ്മൾ നോക്കിയാൽ ഇതാ ഇത് 3 ആഡ് ചെയ്യുന്നു, ഇത് മൈനസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇയും സിയും ക്യാൻസലായി പോകുമല്ലോ, പോവും. അപ്പോൾ എന്ത് ചെയ്യുന്നു, A + B + C + D എന്ന് മാത്രം +F എന്ന് മാത്രം കിട്ടും. കാരണം ഇത് മൈനസ് ചെയ്യുന്നു, നമ്മളിതാ ലാസ്റ്റത്തെ മൈനസ് ചെയ്താൽ -E - C കിട്ടും. ക്ലിയർ? അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ഇതാ ഇവിടെ ഇയും, അതായത് ഞാൻ കാണിച്ചു തരാം, എന്താണ് ആദ്യത്തെ ആഡ് ചെയ്താൽ A + B + C കിട്ടും, +C + D + E +E + F -E - C. കാരണം ഇത് കോമൺ ആയിട്ടാണ് നമ്മൾ മൈനസ് ചെയ്യുന്നത്. സോ ഇങ്ങനെ വന്നാൽ നിങ്ങൾ നോക്കിയേ, -ഇയും -E + Cയും ക്യാൻസലായി, -Cയും +Cയും ക്യാൻസലായി. ബാക്കി എന്താ ഉള്ളത്, A + B + C + D + E + F. സോ A + B + C + D + E + F ഇതാണ് നമുക്ക് കിട്ടുക. എന്ന് പറയുന്നത് എന്താണ്, ഇത് ടോട്ടൽ ആഡ് ചെയ്യുക, എന്നിട്ട് മൈനസ് ഇത് ചെയ്യുക. സോ ഇത് ടോട്ടൽ ആഡ് ചെയ്താൽ എന്ത് കിട്ടും, 94 അല്ല കിട്ടുക. അതായത് ഇതിവിടെ 33ഉം 34ഉം
മൈനസ് ചെയ്താൽ -1 കിട്ടും. സോ ഇത് 95 - 1 94 ആണ് ടോട്ടൽ ആഡ് ചെയ്താൽ കിട്ടുക. ക്ലിയർ? 94 കിട്ടും. അപ്പോൾ ഇനി ഇതിൻ്റെ ആവറേജ് കാണാൻ എത്രയാണ്? ഡിവൈഡ് ബൈ 6 ചെയ്താൽ 94 ഡിവൈഡ് ബൈ 6 ചെയ്താൽ ആവറേജ് ആയി. എന്ത് കിട്ടും? 94. 90ൽ എത്രയാണ് 6 ഉള്ളത്? 15 ആണുള്ളത്. ബാക്കി എത്രയാ? 4/6. ഇതുപോലത്തെ നമ്പർ ഉണ്ടോ? ഇല്ല. പക്ഷേ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇത് ക്യാൻസലാക്കി 2/3 എന്ന് എഴുതാം. സോ ആൻസർ എന്താ? 15 2/3. ഇതാണ് ആൻസർ കിട്ടുക. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ക്ലിയർ? ഇങ്ങനെയാണ് നമുക്ക് ആൻസർ കിട്ടുക. നെക്സ്റ്റ് നോക്കിയേ. ഔട്ട് ഓഫ് 3 നമ്പേഴ്സ് ഫസ്റ്റ് ഈസ് ട്വൈസ് ദ സെക്കൻഡ്. അപ്പോൾ 3 നമ്പേഴ്സ് ഉണ്ട്. നമുക്ക് നോക്കാം. എന്താ ഫസ്റ്റ് നമ്പർ? ഇതാണ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. 3 നമ്പർ ഉണ്ട്. ഫസ്റ്റ് ഈസ് ട്വൈസ് ദ സെക്കൻഡ്. ഫസ്റ്റ് ഔട്ട് ഓഫ് 3 നമ്പർ ഫസ്റ്റ് ഈസ് ട്വൈസ് ദ സെക്കൻഡ് നമ്പർ. അപ്പോൾ സെക്കൻഡ് നമ്പർ നമ്മൾ എക്സ് ആയിട്ട് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്പർ എന്തായിരിക്കും? 2x ആയിരിക്കും. ക്ലിയർ? ഇനി നെക്സ്റ്റ് എന്താ? സെക്കൻഡ് ഈസ് ട്വൈസ് ഓഫ് ദ തേർഡ്. അപ്പോൾ സെക്കൻഡ് എന്ന് പറയുന്നത് തേർഡിൻ്റെ ട്വൈസ് ആണ്. സോ ഇത് എക്സ് ആണെങ്കിൽ ഇത് 2x ആണ്. ഇങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ടോട്ടലായി നമ്മൾ ഇതിനെ എഴുതിയാൽ നമുക്ക് എന്ത് കിട്ടും? ഫസ്റ്റത്തെ എക്സ് കൊടുത്തു, അതിൻ്റെ ട്വൈസ് ആണ് സെക്കൻഡ് 2x, അതിൻ്റെ ട്വൈസ് ആണ് ഫസ്റ്റ്. സോ ഇവിടെ എന്ത് കിട്ടും? 4x. ക്ലിയർ? ഇത്രയും കിട്ടി. ഇനി എന്താ? ആവറേജ് ഓഫ് 3 നമ്പർ. അപ്പോൾ ഇതിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് എത്രയാണ്? 21 ആണ്. ദ സ്മോളസ്റ്റ് ഓഫ് ദ നമ്പർ. സ്മോളസ്റ്റ് നമ്പർ എന്താണ്? എക്സ് അല്ലേ സ്മോളസ്റ്റ്. നമ്മളിത് എക്സ് അല്ലേ കൊടുത്തത്? എക്സ് ആണ് സ്മോളസ്റ്റ്. സോ ഇതിൻ്റെ ടോട്ടൽ സം എന്ത് കിട്ടും? 7x ആണ് സം കിട്ടുക. ക്ലിയർ? 7x ആണ് സം കിട്ടുക. സോ ആവറേജ് എന്താണ്? ആവറേജ് എന്ന് പറയുന്നത് എന്താണ്? 7x സം കിട്ടി. ആവറേജ് ഈക്വൽ ടു എന്താ? സം ബൈ ടോട്ടൽ അല്ലെങ്കിൽ നമ്പർ. സം ബൈ നമ്പർ എന്താണ്? ഇവിടെ സം എന്താണ്? 7x. അതായത് 7x ആണ് സമ്മ്. ഡിവൈഡ് ബൈ നമ്പർ എത്രയാണ്? എത്ര നമ്പർ? 3 നമ്പേഴ്സ് ആണുള്ളത്. സോ 3 എന്നിട്ടു. പിന്നെന്താ? ഈക്വൽ ടു എത്രയാ? ആവറേജ് എത്രയാ? 21. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 7x ഈക്വൽ ടു എന്താ? 21 × 3 ആണ്. അപ്പോൾ ഇവിടുന്ന് എക്സ് ഈക്വൽ ടു എന്താണ്? 21 × 3 ഡിവൈഡ് ബൈ 7 ആണ്. സോ ഇതെന്താ? നമ്മൾ കട്ട് ചെയ്ത് മാറ്റി 3 കിട്ടും. സോ എക്സ് ഈക്വൽ ടു 9 ആണെന്ന് കിട്ടും. എക്സ് ഈക്വൽ ടു 9 കിട്ടി. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞത്? എന്താ ഫൈൻഡ് ചെയ്യേണ്ടത്? സ്മോളസ്റ്റ് നമ്പർ. സ്മോളസ്റ്റ് നമ്പർ ഏതാ? എക്സ് ആണ്. എക്സ് ഈക്വൽ ടു 9 കിട്ടി. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ക്ലിയർ? സിമ്പിൾ അല്ലേ? അടുത്തത്, ഔട്ട് ഓഫ് 5 നമ്പേഴ്സ് ദ ആവറേജ് ഓഫ് ദ ഫസ്റ്റ് 4 നമ്പർ ഈസ് ഡബിൾ ഓഫ് 5th. സോ എത്ര ടോട്ടൽ എത്ര നമ്പർ ഉണ്ട്? 5 നമ്പർ ഉണ്ട്. അതിൽ ഫസ്റ്റ് 4 നമ്പർ. അപ്പോൾ 4 നമ്പേഴ്സ് ഉണ്ട്. 4 നമ്പേഴ്സ് ഉണ്ട്. അതെന്ന് പറയുന്നത് ഡബിൾ ഓഫ് 5th. അപ്പോൾ ഇവിടെ 5th മാത്രം ഉണ്ടെന്ന് വിചാരിക്കാം. 5th നമ്മൾ എക്സ് ആണെന്ന് വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് 4 നമ്പർ ആവറേജ് ഓഫ് ഫസ്റ്റ് 4 നമ്പർ ഈസ് എന്താണ്? ഫസ്റ്റ് 4 നമ്പറിൻ്റെ ആവറേജ് ഇതിൻ്റെ ഡബിൾ ആണ്. ഒരു വാല്യൂ മാത്രം ഉണ്ടെങ്കിൽ അതിൻ്റെ ആവറേജ് അതിനല്ലേ എക്സ് ആണ്. സോ ബാക്കി 4 നമ്പറിൻ്റെ ആവറേജ് എന്താണ്? അതിൻ്റെ ട്വൈസ് ആണ്. സോ എന്താ? 2x ആണ്. ഇഫ് ആവറേജ് ഓഫ് ഓൾ 5 നമ്പർ ഈസ് 27. സോ ഇവിടെ എത്രയാണ്? ഒരു ആവറേജ് എന്ന് പറയുന്നത് നമുക്ക് 2x ആയി കിട്ടി. സോ അങ്ങനെയാണെങ്കിൽ 4 നമ്പേഴ്സിൻ്റെയും സം എന്ത് കിട്ടും? നമ്മളിവിടെ സം എന്ന് പറയുന്നത്, അതായത് സം ആണ് ഫൈൻഡ് ചെയ്യുന്നത്. സം ആണെങ്കിൽ എന്താ? ഇത് മൾട്ടിപ്ലൈ ചെയ്തു 8x ആണ് സം കിട്ടുക. ഇവിടുത്തെ സം എന്താണ്? ഒരു വാല്യൂ മാത്രം എക്സ് ആണ്. സോ ടോട്ടൽ നമുക്ക് എന്ത് കിട്ടും? 9x ആണ് ഇതിൻ്റെ സം കിട്ടുക. ക്ലിയർ? ഇനി ആവറേജ് ഓഫ് ഓൾ 5. അപ്പോൾ 5 നമ്പേഴ്സിൻ്റെയും ആവറേജ് തന്നിട്ടുണ്ട്. സോ എന്താ? 9x ഡിവൈഡ് ബൈ 5 എന്ന് പറയുന്നതാണ് ആവറേജ് ഈക്വൽ ടു 27. ക്ലിയർ? 9x ഈക്വൽ ടു എന്താ? 27 × 5. അപ്പോൾ ഇവിടെ നിന്ന് എന്താ? എക്സ് ഈക്വൽ ടു എന്താണ്? എക്സ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 27 × 5 ഡിവൈഡ് ബൈ 9. സോ ഇതൊന്നും ക്യാൻസലായി 3 കിട്ടി. 3 × 5 15 ആണ് എക്സ് ആണ് നമ്മുടെ 5th നമ്പർ. ഇവിടെ ഫൈൻഡ് ചെയ്താൽ എന്താ? 5th നമ്പറാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. എക്സ് 5th നമ്പറാണ്. സോ 15 ആണ് എക്സ്. ക്ലിയർ? നെക്സ്റ്റ് നോക്കിയാൽ ആവറേജ് ഓഫ് 20 നാച്ചുറൽ നമ്പർ ഈസ് 36. 20 നാച്ചുറൽ നമ്പർ 36 ആണ്. അപ്പോൾ നമ്മളിങ്ങനെ ABCD അങ്ങനെ 20 നമ്പേഴ്സ് ഉണ്ട്. ഇത് 20th നമ്പറാണ്. ഇതിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് എത്രയാണ്? 36 ആണ്. ഇനി എന്ത് പറയുന്നു? ഫസ്റ്റ് നമ്പർ ഈസ് ഇൻക്രീസ്ഡ് ബൈ 1, സെക്കൻഡ് നമ്പർ ഈസ് ഇൻക്രീസ്ഡ് ബൈ 2. അതായത് ഫസ്റ്റ് നമ്പർ 1 ആണ് ഇൻക്രീസ് ചെയ്തത്, സെക്കൻഡ് നമ്പർ 2 ആണ് ഇൻക്രീസ് ചെയ്തത്, തേർഡ് 3 ആണ്. അങ്ങനെ 20th നമ്പർ 20 ആണ് ഇൻക്രീസ് ചെയ്യുന്നത്. ക്ലിയർ? അപ്പം അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ ന്യൂ ആവറേജ് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ
ഒന്നുമില്ല, നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റത്തെ ABCD എന്നുള്ള 20 നമ്പേഴ്സിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് എത്രയാണ്? 36 ആണെന്ന് കിട്ടി. ഇനി ഇൻക്രീസ് ചെയ്ത നമ്പേഴ്സിൻ്റെ ആവറേജ് നോക്കാം. 1, 2 മുതൽ 20 വരെ. അപ്പോൾ ഇതൊരു AP ആണ്, നാച്ചുറൽ നമ്പർ ആണ്, ഡിഫറൻസ് 1 ആണ്. എന്താ ഇതിൻ്റെ ആവറേജ് എന്ന് പറയുന്നത്? എന്താ ഫസ്റ്റ് ടേം 1 പ്ലസ് ലാസ്റ്റ് ടേം 20 ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു 10.5 ആണ് ഇതിൻ്റെ ആവറേജ് എന്ന് പറയുന്നത്. 10.5. ക്ലിയർ? അപ്പോൾ ടോട്ടൽ ആവറേജ് എന്ന് പറയുന്നത് എന്താണ്? ഇത് രണ്ടും ആഡ് ചെയ്താൽ മതി. ടോട്ടൽ ആവറേജ് എന്ന് പറയുന്നത് 46.5 ആണ് കേട്ടോ. ക്ലിയർ? 46.5 ആണ് നമ്മുടെ ടോട്ടൽ ആവറേജ്. നെക്സ്റ്റ്, ദ ആവറേജ് ഓഫ് 17 നമ്പേഴ്സ് ഈസ് 45. അപ്പോൾ 17 നമ്പേഴ്സിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് 45 ആണ്. അപ്പോൾ ടോട്ടൽ സം എത്രയായിരിക്കും? 17 നമ്പേഴ്സിൻ്റെ ആവറേജ് 45 ആണ്. സോ ടോട്ടൽ സം എന്ന് പറയുന്നത് 765 ആണ്. ആവറേജ് ഓഫ് ഫസ്റ്റ് 9 നമ്പർ എത്രയാണ്? 51 ആണ്. ലാസ്റ്റ് 9 നമ്പർ 36 ആണ്. അതായത് ടോട്ടൽ 17 നമ്പർ ഉണ്ട്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് 9 നമ്പേഴ്സിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് എത്രയാണ്? 51 ആണ്. ലാസ്റ്റ് 9 നമ്പേഴ്സിൻ്റെ, അപ്പോൾ ലാസ്റ്റ് 9 നോക്കിയാലോ ഇങ്ങനെ വരും. ലാസ്റ്റ് 9 നമ്പേഴ്സിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് എത്രയാണ്? 36. നിങ്ങൾ മനസ്സിലാക്കണം, ഫസ്റ്റ് 9 ലാസ്റ്റ് 9, അപ്പോൾ ടോട്ടൽ എത്ര വന്നു? 18 വന്നില്ലേ? പക്ഷേ ഇവിടെ എത്രയാണ്? 17 മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ രണ്ട് ആവറേജിലും ഈ സെൻട്രലിലുള്ള വാല്യൂ, 9th വാല്യൂ എന്താ? 2 പ്രാവശ്യം കൗണ്ട് ചെയ്തിട്ടുണ്ട്. ക്ലിയർ? ആദ്യത്തെ 9 നമ്പർ എടുക്കുമ്പോഴും സെക്കൻഡ് 9 നമ്പർ എടുക്കുമ്പോഴും എന്താ? ഈ 9th ടേം കൗണ്ട് ചെയ്തിട്ടുണ്ട്. ക്ലിയർ? നമ്മളിവിടെ നോക്കിയാൽ ഫസ്റ്റ് 9 നമ്പേഴ്സിൻ്റെ ആവറേജ് എത്രയാണ്? 51. സോ ടോട്ടൽ എത്രയായിരിക്കും? 9 × 51 ഈക്വൽ ടു എത്രയാണ്? 459. ഇനി ലാസ്റ്റ് 9 നമ്പേഴ്സിൻ്റെ ആവറേജ് എന്താണ്? എത്രയാണ്? 36 ആണ്. സോ ഈക്വൽ ടു എന്ത് കിട്ടും? 36 × 9 ഈക്വൽ ടു 326 അല്ലേ? 324. സോ ഫസ്റ്റ് 9 ലാസ്റ്റ് 9. സോ ഇത് നമ്മൾ ആഡ് ചെയ്താൽ ഇത് രണ്ട് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 387. 783 ആണ് കിട്ടുക. പക്ഷേ ആക്ച്വലി എത്രയാണ് ഉള്ളത്? ആക്ച്വലി ഉള്ളത് എത്രയാണ്? അതായത് സാധാരണ നമ്മൾ ഫസ്റ്റത്തെ കുറച്ച് നമ്പേഴ്സിൻ്റെ ആവറേജും ലാസ്റ്റ് നമ്പറിൻ്റെ ആവറേജും നമ്മൾ എന്ത് ചെയ്തു? ആദ്യത്തെ 9 എണ്ണത്തിൻ്റെ സമ്മ് കണ്ടുപിടിച്ചു, ലാസ്റ്റ് 9 എണ്ണത്തിൻ്റെ സമ്മ് കണ്ടുപിടിച്ചു. ടോട്ടൽ സമ്മ് കണ്ടുപിടിച്ചാൽ എന്താ? ഇതിൻ്റെ സമ്മ് കിട്ടണം. പക്ഷേ ഇവിടെ എന്താ പ്രശ്നം? 9th ടേം 2 പ്രാവശ്യം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ സമ്മ് കണ്ടുപിടിക്കുമ്പോഴും അവിടെ 9th ടേം ഉണ്ട്, സെക്കൻഡ് സമ്മ് കണ്ടുപിടിക്കുമ്പോഴും അവിടെയും 9th ടേം ഉണ്ട്. ഇവിടെയും 9 ഉണ്ട്, 9th ടേം ഉണ്ട്, ഇവിടെയും 9th ടേം ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു 9th ടേം മതി. ക്ലിയർ? അതിന് വേണ്ടിയിട്ട് നമ്മൾ ടോട്ടൽ സമ്മ് എത്രയാണ്? 783 ആണ്. പക്ഷേ ആക്ച്വലി എത്രയാണ്? ടോട്ടൽ ഇപ്പോൾ കിട്ടിയത് 783 ആണ്. പക്ഷേ ആക്ച്വലി എത്രയാണ്? 765 ആണ്. സോ നമ്മൾ എന്ത് ചെയ്യും? ഇവിടുന്ന്, അതായത് ആക്ച്വലി ഉള്ളതെന്ന് ഇപ്പോൾ കിട്ടിയതിൽ നിന്ന് 2 പ്രാവശ്യം കൗണ്ട് ചെയ്ത് കിട്ടിയ സമ്മിൽ നിന്ന് ആക്ച്വൽ സമ്മ് കുറച്ചാൽ നമുക്ക് എന്ത് ചെയ്യും? 9th ടേമിൻ്റെ വാല്യൂ കിട്ടും. കാരണം 9th ടേം 2 പ്രാവശ്യം കൗണ്ട് ചെയ്തു. അപ്പോൾ ഇവിടെ നിന്ന് ആക്ച്വൽ ഉള്ളതിൽ നിന്ന്, അതായത് ഇപ്പോൾ കിട്ടിയതിൽ നിന്ന് ആക്ച്വൽ കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 9th ടേം കിട്ടും. സോ ഡിഫറൻസ് നോക്കിയാൽ എന്ത് കിട്ടും? 18 ആണ് കിട്ടുക. സോ എന്താ? 9th ടേം എന്ന് പറയുന്നത് 18 ആണ്. ക്ലിയർ? 9th ടേം 18. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. കൺസിഡർ ദ ഫോളോയിങ്. അപ്പോൾ ഇവിടെ നമ്മൾ CSAT-ലെ 2024 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ ദ ഫോളോയിങ്. ഇവിടെ വെയ്റ്റ് ഓഫ് 6 ബോയ്സ് ആണുള്ളത്. സോ വെയ്റ്റ് ഓഫ് 6 ബോയ്സ്. അപ്പോൾ 6 ബോയ്സ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? വെയ്റ്റ് ഓഫ് 7 ഗേൾസ്. സോ വെയ്റ്റ് ഓഫ് 7 ഗേൾസിന് ഈക്വൽ ആണ്. ഈക്വൽ ടു എന്താ? വെയ്റ്റ് ഓഫ് 3 മെന്നിന് ഈക്വൽ ആണ്. വെയ്റ്റ് ഓഫ് 3 മെന്നിന് ഈക്വൽ ആണ്. 3 വിമണിന് ഈക്വൽ ആണ്. ത്രൂ എത്ര? 4 വിമണിന് ഈക്വൽ ആണ്. സോ 4 വിമൺ. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഇനി എന്താ? ഇഫ് ദ ആവറേജ് വെയ്റ്റ് ഓഫ് 4 വുമൺ ഈസ് എത്രയാണ്? 63. ആവറേജ് വെയ്റ്റ് ഓഫ് 4 വുമൺ ഈസ് 63 ആണ്. സോ നമുക്കിതാ ഈ തന്നിട്ടില്ല എന്താ? വാട്ട് ഈസ് ദ ആവറേജ് വെയ്റ്റ് ഓഫ് ബോയ്സ്? അപ്പോൾ വുമൻ്റെ തന്നു, ബോയ്സിൻ്റെ നമ്മൾ ഫൈൻഡ് ചെയ്യണം. ഇവിടെ ബോയ്സ്, വുമൺ. അപ്പോൾ നമ്മൾ ഈ 2 വാല്യൂ മാത്രം മതി. നമുക്ക് ആ 2 വാല്യൂ മാത്രം നോക്കിയാൽ എന്ത് കിട്ടും? 6B ഈക്വൽ ടു എന്താ? 4W. ഈ ഇടയ്ക്കുള്ള 2 വാല്യൂ നമ്മൾ വേണ്ട. 6B ഈക്വൽ ടു 6 ബോയ്സ് ഈക്വൽ ടു 4 വുമൺ എന്ന് കിട്ടി. ഇനി എന്ത് പറയുന്നു? വുമണിൻ്റെ വെയിറ്റ് തന്നു. വുമൻ്റെ വെയിറ്റ് എത്രയാണ്? 63 ആണ്. സോ വുമൻ്റെ ടോട്ടൽ വെയിറ്റ്, 4 വുമൻ്റെ കൂടിയിട്ട് വെയിറ്റ് എത്രയാണ്? 4. അതായത് 6
ബോയ് എന്ന് പറയുന്നത് 4 വുമൻ്റെ വെയിറ്റിന് ഈക്വൽ ആണ്. അവരുടെ ആവറേജ് വുമൻ്റെ ആവറേജ് തന്നു എത്രയാണ് 63. അങ്ങനെയാണ് ടോട്ടൽ എത്രയാണ് 4 പേരുടെ 4 × 63 എന്ന് പറയുന്നത് എത്രയാണ് ഈക്വൽ ടു എന്ത് കിട്ടും 252 ആണ് ഇവരുടെ ടോട്ടൽ വെയിറ്റ് കിട്ടുക. ഈ 252 എന്ന് പറയുന്നത് എന്തായിരിക്കും ഈക്വൽ അല്ലേ 6Bക്ക് ഈക്വൽ ആണ്. സോ 6B ഈക്വൽ ടു എന്താ 252. സോ ബോയ്സിൻ്റെ ഒരു ബോയുടെ ആവറേജ് വെയിറ്റ് എന്ന് പറയുന്നത് എന്താ 252 ഡിവൈഡ് ബൈ 6 ആണ്. ഈക്വൽ ടു എന്ത് കിട്ടും 4 റിമൈൻഡർ 1 2 42 kg ആണ് കേട്ടോ. ക്ലിയർ 42 kg ആണ് ഇവിടെ ആവറേജ് കിട്ടുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എ ക്വസ്റ്റ്യൻ ഈസ് ഗിവൺ ഫോളോഡ് ബൈ 2 സ്റ്റേറ്റ്മെൻ്റ് ആണ്. 2 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഡാറ്റ സഫിഷ്യൻസിയാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. ഓക്കെ, ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താ ഇഫ് ദ ആവറേജ് മാർക്ക് ഇൻ എ ക്ലാസ് ഈസ് 60. ആവറേജ് മാർക്ക് എത്രയാണ് 60 ആണ് ആവറേജ് മാർക്ക് ഉള്ളത്. സോ 60 ആണ് ആവറേജ് മാർക്ക്. ദെൻ വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ദ സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ്. അപ്പോൾ ഇവിടെ ആവറേജ് മാർക്ക് മാത്രമാണ് നമുക്ക് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. ക്ലിയർ. സോ സ്റ്റേറ്റ്മെൻറ്റ് ഫസ്റ്റ് എന്താ പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഫസ്റ്റ് എന്ന് പറയുന്നത് ദ ഹയസ്റ്റ് മാർക്ക് ഇൻ ദ ക്ലാസ് ഈസ് 70. ഹയസ്റ്റ് മാർക്ക് എന്ന് പറയുന്നത് 70 ആണ്. ആൻഡ് ലോവസ്റ്റ് ഈസ് 50. അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രം വെച്ച് നമുക്ക് എന്താ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റുമോ. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻ്റ് ആണ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ഹയസ്റ്റ് മാർക്ക് 70, ലോവസ്റ്റ് എന്താ 50, ആവറേജ് 60. ഇത് മാത്രം വെച്ച് നമുക്ക് ഈ ക്വസ്റ്റ്യനെ ആൻസർ ചെയ്യാൻ പറ്റില്ല. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയേ. എക്സ്ക്ലൂഷൻ ഓഫ് ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് മാർക്ക് ഫ്രം ദ ക്ലാസ് ഡസ് നോട്ട് ചേഞ്ച് ദ ആവറേജ്. അതായത് ഹയസ്റ്റും ലോവസ്റ്റും എക്സ്ക്ലൂഡ് ചെയ്താൽ 60 തന്നെയായിരിക്കും ആവറേജ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ടോട്ടൽ നമ്പർ കണ്ടുപിടിക്കാൻ പറ്റില്ല. ക്ലിയർ. അപ്പോൾ ഇത് രണ്ടും സെപ്പറേറ്റ് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇനി രണ്ടും നമ്മൾ ഒരുമിച്ച് വെച്ചാലോ. അതായത് എന്താ ഇഫ് ദ ആവറേജ് ഇൻ ദ ക്ലാസ് ഈസ് 60. അപ്പോൾ ആവറേജ് 60 ആണ്. ടോട്ടൽ നമ്പർ എന്താ n ആണെങ്കിൽ ടോട്ടൽ ആവറേജ് എന്താണ് സം എന്താണ് 60 n ആണ്. അപ്പോൾ അതിന്ന് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എന്താ 70യും 50യും മൈനസ് ചെയ്യുന്നു. ഹയസ്റ്റും ലോവസ്റ്റും മൈനസ് ചെയ്യുന്നു. സോ -70 -50 ഇത് രണ്ടും ചെയ്താൽ ആവറേജ് എന്തായിരിക്കും. ഇത് രണ്ടും ചെയ്താൽ ആവറേജ് സെക്കൻഡ് പറയുന്നത് ഹയസ്റ്റും ലോവസ്റ്റും ചേഞ്ച് ചെയ്താൽ ആവറേജ് എന്ന് പറയുന്നത് സെയിം തന്നെയായിരിക്കും. സോ ഇപ്പം നമ്പർ എത്രയാണ് 2 ആവറേജ് മാറ്റി. സോ n-2 ആണ് എന്ന് പറയുന്നത് 60 ആണെന്ന് പറയുന്നു. ക്ലിയർ. ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കമ്പൈൻ ചെയ്തിട്ടാണ് നോക്കുന്നത്. ഇനി നമ്മളിത് സോൾവ് ചെയ്താൽ എന്താ 60n മൈനസ് നമ്മൾ ആഡ് ചെയ്ത് എന്താ 120 ഈക്വൽ ടു എന്ത് കിട്ടും 60 × n-2 ആണ്. സോ എന്ത് കിട്ടും 60n മൈനസ് 120 കിട്ടും. സോ ഇവിടുന്ന് ഇത് രണ്ടും ക്യാൻസലായി പോകും. സോ ഇവിടുന്ന് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റില്ല. സോ ഇൻഡിവിജ്വലായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഫസ്റ്റും സ്റ്റേറ്റ്മെൻറ്റ് സെക്കൻഡും വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുപോലെ എന്താ ഇത് രണ്ടും കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റില്ല. ക്ലിയർ. അപ്പം ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ എന്താണ് ഓപ്ഷൻ ഡി ആണ്. ദ ക്വസ്റ്റ്യൻ കനോട്ട് ബി ആൻസേർഡ് ഈവൻ ബൈ യൂസിങ് ബോത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ് ടുഗദർ. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. അടുത്തത് 5 ചിൽഡ്രൻ വിത്ത് ഏജ് എന്താ A <B <C <D <E ഇനി 2 സക്സസീവ് ഏജസ് ഡിഫറൻറ്റ് ഈസ് 2 years ആണ്. അപ്പോൾ എയും ബിയും തമ്മിൽ ഇനി 2 സക്സസീവ് ഡിഫറൻസ് എത്രയാണ് 2 ആണ്. വാട്ട് ഈസ് ദ ഏജ് ഓഫ് ദ യങ്ങസ്റ്റിൻ്റെ ഏജ് ആണ്. അപ്പോൾ യങ്ങസ്റ്റ് ആരാ എയിൻ്റെ ഏജ് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ക്ലിയർ. സ്റ്റേറ്റ്മെൻറ്റ് ഫസ്റ്റ് എന്താ ഏജ് ഓഫ് എൽഡസ്റ്റ് ഈസ് 3 times ആസ് ദ യങ്ങസ്റ്റ്. എൽഡസ്റ്റ് എന്ന് പറയുന്നത് 3 times ആസ് ദ യങ്ങസ്റ്റ്. സോ നമുക്ക് നോക്കാം എങ്ങനെയാണുള്ളത് A B C D അതുപോലെ E. അപ്പോൾ ഇവർ തമ്മിലെ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ് 2 ആണ്. ഇവിടെ 2 2 2 2. ഓക്കെ, ഇങ്ങനെയാണ് ഡിഫറൻസ് ഉള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഏറ്റവും എൽഡസ്റ്റ് ഏതാ E ആണ്. E എന്ന് പറയുന്നത് എന്താ A+ എത്രയാണ് എത്ര 2 ആണ് 2 2 2 2. സോ ടോട്ടൽ 8 ആണ്. E എന്ന് പറയുന്നത് A+8 ആണെന്ന് നമുക്ക് മനസ്സിലായി. അത് ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ മനസ്സിലായി. ഇനി ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എന്താ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞ് നോക്കിയാൽ എന്താ ദ ഏജ് ഓഫ് ദ എൽഡസ്റ്റ് ഈസ് 3 times ആസ് ദ യങ്ങസ്റ്റ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എൽഡസ്റ്റ് എന്ന് പറയുന്നത് 3 times ആസ് ദ യങ്ങസ്റ്റ് ഈക്വൽ ടു 3A എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം എന്താണ് A+8 ആണ് ഈക്വൽ ടു എന്താ 3A ആണ്. സോ ഇവിടെ നമ്മൾ നോക്കിയേ അതായത് ഈ ഓൾറെഡി നമ്മൾ ക്വസ്റ്റ്യൻ തന്നെ കിട്ടി ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ കിട്ടി.
ബാക്കി എന്താ ഇവിടെ A+8 = 3 ആണെന്ന് കിട്ടി. അപ്പോൾ ഇവിടുന്ന് 2A = 8 ആണെന്ന് കിട്ടും. 2A = 8 ആണ്. സോ A എന്ന് പറയുന്നത് എന്താണ്? A = 4 ആണെന്ന് കിട്ടും. ക്ലിയർ? അപ്പോൾ A = 4 ആണെന്ന്, 4 years, A = 4 years. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് തന്നെ നമുക്ക് ആൻസർ കിട്ടും. ഇനി സെക്കൻഡ് വെച്ച് നമുക്ക് കിട്ടും നോക്കാം. എന്താ? ആവറേജ് ഏജ് ഓഫ് ദ ചിൽഡ്രൻ ഈസ് 8. അപ്പോൾ ഇവരുടെ ആവറേജ് എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ ഡിഫറൻസ്, കോമൺ ഡിഫറൻസ് എന്താ? 2 ആണ്. അപ്പോൾ AP ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സെൻട്രലിലുള്ള വാല്യൂ C ആയിരിക്കും ഇതിൻ്റെ ആവറേജ്. സിൻ്റെ ഏജ് ആയിരിക്കും സെൻട്രലിലുള്ള വാല്യൂവിൻ്റെ, അതായിരിക്കും അതിൻ്റെ ആവറേജ്. അപ്പോൾ C ആയിരിക്കും ഇതിൻ്റെ ആവറേജ്. അപ്പോൾ സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താ? ആവറേജ്. അതായത് ഇവിടെ ക്വസ്റ്റ്യൻ എന്താ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നു, ആവറേജ് ഏജ് ഓഫ് ചിൽഡ്രൻ ഈസ് 8. അപ്പോൾ ഇവിടെ സിൻ്റെത് 8 ആയിരിക്കും. ക്ലിയർ? അപ്പോൾ സിൻ്റെ 8 ആയി. പിന്നെ നമ്മൾ നോക്കേണ്ടത് എന്താണ്? സിൻ്റെ 8 ആണെങ്കിൽ ഇവിടെ ആരാ ഫൈൻഡ് ചെയ്യേണ്ടത്? നമ്മൾ യങ്ങസ്റ്റ് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ ഈ സിൻ്റെ 8 ആണ്. അപ്പോൾ ബീൻ്റെ എന്താ? -2. അപ്പോൾ എൻ്റെ എന്താ? -4. സോ എ എന്ന് പറയുന്നത് 4 ആയിരിക്കും. ക്ലിയർ? സിൻ്റെ 8 ആണ്. അപ്പോൾ ബീൻ്റെ -2 6 ആണ്. സിൻ്റെയോ എൻ്റെയോ വീണ്ടും -2, സോ 4 ആണ് കിട്ടും. സോ നമുക്ക് ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഇൻഡിവിജ്വലി വെച്ച് നമുക്ക് എന്താ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ക്ലിയർ? അപ്പോൾ ഇതിൽ ആൻസർ ഏതാണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് കറക്റ്റ് റെപ്രസെൻറ്റ് ദ എബോവ് ക്വസ്റ്റ്യൻസ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ്. സോ ഇവിടെയാണ്, ഇതാണ് എ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ക്വസ്റ്റ്യൻ ആണ്. ദ ക്വസ്റ്റ്യൻ ക്യാൻ ബി ആൻസർഡ് ബൈ യൂസിങ് വൺ ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് എലോൺ ബട്ട് കനോട്ട് ബി ആൻസർഡ് യൂസിങ്, ഇത് തെറ്റാണ്. ക്വസ്റ്റ്യൻ ക്യാൻ ബി ആൻസർഡ് ബൈ യൂസിങ് ഈതർ വൺ സ്റ്റേറ്റ്മെൻറ്റ് എലോൺ. അപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് മാത്രം നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ആവറേജ് വെയിറ്റ് ഓഫ് ABC എന്ന് പറയുന്നത് 40 kg ആണ്. ആവറേജ് വെയിറ്റ് ഓഫ് BDE എന്ന് പറയുന്നത് 42 kg ആണ്. ആൻഡ് ദ വെയിറ്റ് ഓഫ് F ഈസ് ഈക്വൽ ടു B ആണ്. സോ ഇവിടെ പറയുന്നത് എന്താണ്? ടോട്ടൽ ആവറേജ് ഈ എത്രയാ? 5 നമ്പേഴ്സിൻ്റെ 5 ആവറേജ്, ഇതിൻ്റെ വെയിറ്റിൻ്റെ ആവറേജ് ആണ് ഫൈൻഡ് ചെയ്യാനുള്ളത്. 5 അല്ല, ടോട്ടൽ 6 ആണുള്ളത്. സോ നമ്മൾ ഇത് നേരത്തെ ചെയ്ത പോലത്തെ ഒരു പ്രോബ്ലം ആണ്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ആദ്യം എന്താ? ABC എന്ന് പറയുന്നതിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് 40 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ A+B+C എന്ന് പറയുന്നത് ഇതിൻ്റെ സംബന്ധമായിരിക്കും. A+B+C എന്ന് പറയുന്ന സംബന്ധമായിരിക്കും എന്തായിരിക്കും? ഇത് ആവറേജ് 40 ആണ്. അപ്പോൾ 3 നമ്പേഴ്സിൻ്റെ ആവറേജ് 40 ആണ്. അപ്പോൾ സം എന്ന് പറയുന്നത് എന്താ? 40 × 3 120 ആയിരിക്കും ഇതിൻ്റെ സം എന്ന് പറയുന്നത്. അതുപോലെ വെയിറ്റ് ഓഫ് BDE എന്ന് പറയുന്ന 3 നമ്പേഴ്സിൻ്റെ 3 എണ്ണത്തിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 42 ആണ്. അപ്പോൾ അതിൻ്റെ സമ്മ് B+D+E എന്ന് പറയുന്നത് എന്താണ്? 42 ഇൻറ്റു എത്രയാ? 3 ആണ്. 42 × 3 126 ആണ് വരിക. ക്ലിയർ? ആവറേജ് എന്ന് പറയുന്നത് 42 ആണ്. അപ്പോൾ സം എന്ന് പറയുന്നത് ഇൻറ്റു 3 വരും. ക്ലിയർ? ഇനി F = E ആണ്. F = B ആണെന്ന് പറഞ്ഞു. F = B ആണെന്ന് പറഞ്ഞു. സോ ഇനി എന്താണ്? വാട്ട് ഈസ് ദ ആവറേജ്? അങ്ങനെയാണെങ്കിൽ ഇവരുടെ ആവറേജ് ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. സോ ഒന്നുമില്ല, ഇവിടെ നോക്കിയേ, ABC ഉണ്ട്, DE ഉണ്ട്. അപ്പോൾ നമ്മളിത് ടോട്ടൽ ആഡ് ചെയ്താൽ നമുക്ക് എന്താ? 2 പ്രാവശ്യം B വരും. ക്ലിയർ? ഇവിടെ ആഡ് ചെയ്താൽ 2 പ്രാവശ്യം B വരും. പക്ഷേ നമുക്കറിയാം B എന്ന് പറയുന്നതും F എന്ന് പറയുന്നത് സെയിം ആണ്. സോ ഇതിന് പകരം നമുക്ക് ഇവിടെ F ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ രണ്ടും ആഡ് ചെയ്താൽ എന്താ? A+B+C+, പിന്നെന്താ? F+D+E. സോ ടോട്ടൽ ആയില്ലേ? ടോട്ടൽ 6 വാല്യൂസും ആയി, 6 എന്താ ഐറ്റവും ആയി. അപ്പോൾ അതിൻ്റെ സം എന്ന് പറയുന്നത് രണ്ടും ആഡ് ചെയ്യുന്നു. 120 + 126 ഇത് ആഡ് ചെയ്താൽ 246 ആവും. ഇനി ഈ 6 നമ്പറിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് എന്താണ്? 246 / എത്രയാണ്? 6 ഈക്വൽ ടു എന്ത് കിട്ടും? 41 ആണെന്ന് കിട്ടും. അപ്പോൾ ആവറേജ് എന്ന് പറയുന്നത് 41 kg ആണെന്ന് കിട്ടും. ക്ലിയർ? സിമ്പിൾ അല്ലേ? ഇനി വേണമെങ്കിൽ നമുക്ക് സിമ്പിളായി ചെയ്യാം. എങ്ങനെയാണ്? 3 നമ്പേഴ്സിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് 40 ആണ്. അടുത്ത 3 നമ്പർ, അതായത് FDE എന്ന് പറയുന്നതിൻ്റെ ആവറേജ്, അടുത്ത 3 എണ്ണത്തിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് എത്രയാണ്? 40 + 2 ആണ്. 42 ആണ്. ക്ലിയർ? 42 ആണ്. സോ ഇവിടെ ഡിഫറൻസ് എത്രയാണ് വന്നത്? 2ൻ്റെ ഡിഫറൻസ് ആണ് വന്നത്. സോ ടോട്ടൽ 3 എണ്ണത്തിന് 2ൻ്റെ ഡിഫറൻസ്, ടോട്ടൽ 6 ആണ് ഡിഫറൻസ് വന്നത്. 6 ആണ് ഡിഫറൻസ് വന്നത്. അത് എത്ര എണ്ണത്തിന്? 6 എത്രയാ? 6. ടോട്ടൽ 6ൻ്റെ ഡിഫറൻസ് വന്നു. ടോട്ടൽ നമ്പർ എത്ര ആൾക്കാരുണ്ട്? 6 ആൾക്കാർ. സോ 6/6 = 1. അപ്പോൾ ടോട്ടൽ ഓരോ ആൾക്കാർക്കും 1 വീതം നമുക്ക് കിട്ടും. സോ 40 ഉള്ളത് 41 ആവും. സോ ഇത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ പ്രശ്നമാക്കണ്ട, നമ്മളെന്താ ഈ മെത്തേഡ് തന്നെ നോക്കിയാൽ മതി. ക്ലിയർ? അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എന്താ? 41 kg ആണ്. ഇത് 2022 CSAT ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്.
ക്ലിയർ? അപ്പോൾ ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി പഠിക്കാനുണ്ട്. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ് പഠിക്കാം.